പ്രിയ കുട്ടികളെ, എല്ലാവർക്കും 54ാമത്തെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. സ്ട്രെയിറ്റ് ലൈൻസ് എന്ന അധ്യായത്തില് സ്ട്രെയിറ്റ് ലൈൻസിന്റെ പലതരത്തിലുള്ളതായ സമവാക്യങ്ങളെ കുറിച്ച് വിശദമായി നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു. എല്ലാവരും ആ വീഡിയോ ക്ലാസ്സിലെല്ലാം വളരെ ശ്രദ്ധാപൂർവം കണ്ട് അതിന്റെ പ്രോബ്ലംസ് എല്ലാം നന്നായി ചെയ്തു പഠിച്ചു എന്ന് കരുതുന്നു. ഇനി ഈ വീഡിയോ ക്ലാസ്സിൽ 11ാമത്തെ അധ്യായം ആയ കോണിക് സെക്ഷൻസ് ഞാൻ തുടങ്ങിയാണ്. ചാപ്റ്റർ 11 കോണിക് സെക്ഷൻസ് എന്ന് 4 പ്രത്യേക തരം കർവുകളാണ് ഈ അധ്യായത്തിൽ നമ്മൾ വിശദമായി പഠിക്കാൻ പോകുന്നത്. 4 തരത്തിലുള്ള കർവുകളാണ് ഇവിടെ. സ്ട്രെയിറ്റ് ലൈൻസ് അല്ല, നേർരേഖകളല്ല, കർവുകൾ. മലയാളത്തിൽ പറയുന്ന വക്രങ്ങൾ എന്ന് പറയും. 4 പ്രധാനം. അതായത് നമ്മൾ യഥാക്രമം സർക്കിൾ, പരാബോള, എല്ലിപ്സ്, ഹൈപ്പർബോള, ഇങ്ങനെ 4 തരം കർവുകളെ കുറിച്ചാണ് വിശദമായി പഠിക്കുവാനായിട്ട് പോകുന്നത്. ഈ 4 കർവുകളും കോണിക് സെക്ഷൻസ് എന്നാണ് അറിയപ്പെടുന്നത്. കോണിക് സെക്ഷൻസ്. എന്തുകൊണ്ടാണ് ഇവയെ കോണിക് സെക്ഷൻസ് എന്ന് വിളിക്കുക? ആ പേര് വരാൻ കാരണം അത് ഞാൻ വിശദമായി നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരുന്നത്. പരീക്ഷയ്ക്ക് വരുന്നതല്ല കേട്ടോ. നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിക്കുന്ന കുട്ടികൾ എന്ന നിലയിൽ അന്ന് അറിഞ്ഞിരിക്കണം. ആരെങ്കിലും ചോദിക്കണം എന്തുകൊണ്ടാണ് ഇതിനെ കോണിക് സെക്ഷൻ എന്ന് വിളിക്കുന്നത്, അപ്പോൾ ചാടി പറയാൻ തയ്യാറായിരിക്കണം. എന്തുകൊണ്ടാണ് ഈ 4 കർവുകൾക്കും പൊതുവായിട്ട് ഏതൊക്കെ 4 കർവുകളാണ്? സർക്കിൾ, പരാബോള, എല്ലിപ്സ്, ഹൈപ്പർബോള. ഈ 4 കർവുകളെയും ഒരുമിച്ച് കോണിക് സെക്ഷൻസ് എന്ന് വിളിക്കുന്നു. ഇതിന് കാരണം ഇത്രയേ ഉള്ളൂ. ഒരു കോണിനെ, അതായത് കോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വൃത്തസ്തൂപിക. മലയാളത്തിൽ പറയാം വൃത്തസ്തൂപിക. 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? എന്ന ചാപ്റ്ററിൽ വൃത്തസ്തൂപികളെ പറ്റി പഠിച്ചു. ബേസ്, വൃത്താകൃതിയിലുള്ള സ്തൂപങ്ങൾ അല്ലെ, വൃത്തസ്തൂപിക എന്ന് പറയും. അപ്പൊ ഒരു കോൺ, ഇംഗ്ലീഷ് പറഞ്ഞ കോൺ, CONE കോൺ, മലയാളത്തിലെ കോൺ അല്ല, CONE കോൺ, വൃത്തസ്തൂപിയെ ഒരു പ്ലെയിൻ കൊണ്ട്, ഒരു വൃത്തസ്തൂപിയെ ഒരു പ്ലെയിൻ സർഫസ് കൊണ്ടുണ്ടല്ലോ പലതരത്തിൽ കട്ട് ചെയ്യുക ഉണ്ടാകുന്ന ക്രോസ് സെക്ഷൻസ് ഉണ്ടല്ലോ, കട്ട് ചെയ്തിട്ട് മുറിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ക്രോസ് സെക്ഷൻ ഉണ്ടല്ലോ, അതിന്റെ ഷേപ്പ് ആയതുകൊണ്ടാണ് ഇവയ്ക്ക് കോണിക് സെക്ഷൻസ് എന്ന് പേര് വരാൻ കാരണം. അതായത് കോൺ എന്ന് പറയുന്നതും പരാബോള എന്ന് പറയുന്നതും എല്ലിപ്സ് എന്ന് പറയുന്നതും ഹൈപ്പർബോള എന്ന് പറയുന്നതാണ് ഒരു കോണിനെ ഉണ്ടല്ലോ ഒരു പ്ലെയിൻ സർഫസ് കൊണ്ട് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ക്രോസ് സെക്ഷൻ ആയിരിക്കും. ഞാനൊന്ന് കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ള ഒരു മോഡൽ ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമെന്ന് തോന്നുന്നു. ശീർഷങ്ങൾ വെർട്ടീസസ് ചേർത്ത് വെച്ചിരിക്കുന്ന 2 കോണുകൾ, 2 വൃത്തസ്തൂപികളോ. ഒരു വൃത്തസ്തൂപിക താഴെയുണ്ട്, ഒരെണ്ണം താഴെ. ഇതൊരു വൃത്തസ്തൂപിയാണ്, ഇതിന്റെ ബേസ് ആണിത്. ഒരു വൃത്തസ്തൂപിക അതിന്റെ ശീർഷത്തിനോട് ആദ്യത്തിനോട് ചേർത്ത് മുകളിലേക്ക് ഇരിക്കുകയാണ്. 2 വൃത്തസ്തൂപികൾ ഒരേ സമയം നമ്മൾ ചേർത്ത് വെച്ചിരിക്കുകയാണ്, ശീർഷങ്ങൾ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇതിനെ നമ്മൾ ഇനി മുതൽ ഒരു ഡബിൾ നാപ്ഡ് കോൺ, ഇത് അപ്പർ നാപ്പ്, ഇതിങ്ങനെ നമ്മൾ വെർട്ടിക്കലായിട്ട് പിടിക്കുകയാണെങ്കിൽ ഇത് അപ്പർ നാപ്പ് എന്നും NAPP ആണ്, NAPP, ഇത് അപ്പർ നാപ്പ് എന്നും ഇത് ലോവർ നാപ്പ് എന്നും പറയുന്നു. അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്ന് വന്നാൽ ഇതൊരു ഡബിൾ, രണ്ടെണ്ണല്ലേ, ഡബിൾ നാപ്ഡ് കോൺ എന്ന് പറയും. നമ്മൾ 10ാം ക്ലാസ് പഠിച്ച ഒരു ഭാഗം മാത്രം, ഒരു കോൺ മാത്രമേ പഠിച്ചുള്ളൂ. ഇത് രണ്ടും ഇവിടെ നമ്മൾ പഠിക്കുന്നത് 2 കോണുകൾ ഒരുമിച്ച് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇതിനെ ഡബിൾ നാപ്ഡ് കോൺ എന്നാണ് പറയുന്നത്. ഡബിൾ നാപ്ഡ് കോൺ എന്ന് പറയും. ഇതിപ്പോ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഇത് അപ്പർ നാപ്പും ഇത് ലോവർ നാപ്പും എന്ന് പറയും. ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ എന്താണ്, ഇത് ലെഫ്റ്റ് നാപ്പ്, ഇടത് നാപ്പ്, ഇത് റൈറ്റ് നാപ്പ് എന്നൊക്കെ പറയാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും പിടിക്കാൻ, ചരിച്ചോ എങ്ങനെ ഏതെങ്കിലും ഇതിൽ പിടിച്ചോളൂ. അപ്പൊ ഒരു ഡബിൾ നാപ്ഡ് കോൺ പരിഗണിക്കുക. ഇനി ഈ കോണിനെ ഞാനൊരു പ്ലെയിൻ സർഫസ് കൊണ്ട് കട്ട് ചെയ്യാൻ പോവാണ്, പലതരത്തിൽ കട്ട് ചെയ്യാണ്. ആദ്യം നമുക്കൊരു കാര്യം, ആദ്യത്തെ 3 കർവുകളുണ്ടല്ലോ, സർക്കിൾ, പരാബോള, എലിപ്സ് കിട്ടാനായിട്ട് നമുക്ക് ഒരു നാപ്പ് മാത്രം പരിഗണിച്ചാൽ മതി. ഒരേ സമയം ഒരു നാപ്പ് മാത്രം പരിഗണിക്കും. ഞാൻ ഒരെണ്ണം എടുത്ത് മാറ്റി ഇടാം. അപ്പൊ അതിനു മുമ്പായിട്ട് നോക്കിയ ഈ ലൈൻ സെഗ്മെന്റ് ഉണ്ടല്ലോ, ഇതൊരു ഉണ്ടോ, ഈ ഇതെന്താന്ന് വെച്ചാൽ ഇതിന്റെ ഇറ്റ്സ് എ ലൈൻ സെഗ്മെന്റ് എന്താ പെർപെൻഡിക്കുലർ ടു ദ ബേസ്. ബേസ് ഒരു സർക്കിൾ ആണല്ലോ, ഇവിടെ കാണാൻ പാടില്ല. ഇത് ബേസ് ഒരു സർക്കിൾ ആണ്, ഇതാണ് വൃത്തസ്തൂപിക എന്ന് പറയുന്നത്. ഇതിന്റെ ബേസിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്നതും ബേസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതുമായ ലൈനാണ് കേട്ടോ. ഇതിനെയാണ് ആക്സിസ് ഓഫ് ദി കോൺ എന്ന് പറയുന്നത്. കോണിന്റെ ആക്സിസ് എന്നാണ് പറയുന്നത്. ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ, ലൈൻ പെർപെൻഡിക്കുലർ ടു ദി ബേസ്, ബേസിന് ലംബമാണ്, അതിന്റെ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് ദ ബേസ്. അതിനെയാണ് നമ്മൾ ഈ കോണിന്റെ ആക്സിസ് എന്ന് പറയുക. ആക്സിസ് ഓഫ് ദി കോൺ മുതൽ തന്നെ ആക്സിസ് എന്നാണ് ഇവിടെ പറയുക. അപ്പം ആദ്യമേ ചെയ്യുന്നത് ഈ കോണിനുണ്ട് ഒരു നാപ്പ് എടുക്കുക, ഒന്നുകിൽ ലോവർ നാപ്പ് അല്ലെങ്കിൽ അപ്പർ നാപ്പ്, ഏതെങ്കിലും ഒരു നാപ്പ് എടുക്കുക. ഞാനിപ്പോ ഇങ്ങനെ എന്റെ ലോവർ നാപ്പ് എടുത്തിരിക്കുകയാണ്. ഇതിന്റെ ബേസിന്, ബേസ് ഇതാണ്, സർക്കിൾ ബേസ് ഇതാണ്. ഇതിന് സമാന്തരമായ ഒരു പ്ലെയിൻ കൊണ്ട് മുറിക്കാൻ പോവാം. അപ്പോൾ എന്തായിരിക്കും കിട്ടുക? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാനിവിടെ കാണിക്കാം.
ഇപ്പോൾ ഇതൊരു പ്ലെയിൻ ആണ് ഇവിടെ ഓൾറെഡി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ പ്ലെയിൻ കൊണ്ട് ഞാൻ അത് മുറിക്കുകയാണ്. ഇതിന് സമാന്തരമായ ഒരു പ്ലെയിൻ കൊണ്ട് മുറിച്ചു ഉണ്ടോ. താഴോട്ട് മുറിക്കാൻ എങ്ങനെ വേണമെങ്കിലും മുറിക്കാം. ഞാൻ ഒരു ഭാഗമേ കാണിച്ചുള്ളൂ, മുറിച്ചെടുത്ത് മാറ്റി. അപ്പൊ ഇതെന്താ, ഇത് മുറിച്ച് മാറ്റിയാൽ നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഷേപ്പ് ആയിരിക്കും കിട്ടും. അല്ല, മുറിച്ച ഭാഗം മാറ്റുന്ന ഭാഗത്തിന്റെ ഷേപ്പിങ്ങിലേ വരുള്ളൂ. ഇതൊരു സർക്കുലർ ഷേപ്പ് അല്ലേ നോക്കിയേ. അപ്പൊ സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു കോണിനെ ഒരു പ്ലെയിൻ കൊണ്ട് മുറിക്കണം. പക്ഷെ എങ്ങനെയെങ്കിലും മുറിച്ചാൽ പോലെ സർക്കിൾ കിട്ടണമെങ്കിൽ അത് എങ്ങനെ മുറിക്കണം, ഈ രണ്ട് നാപ്പുകളിൽ ഏതെങ്കിലും ഒരു നാപ്പിന് അതിന്റെ ബേസിന് സമാന്തരം എന്നുള്ളതിന് മറ്റൊരു രീതിയിൽ എങ്ങനെ പറയാം, ആക്സിസിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാലും മതി കേട്ടോ. കാരണം ആക്സിസ് എന്ന് പറയുന്നത് ബേസിന് പെർപെൻഡിക്കുലർ. അപ്പം ബേസിന് സമാന്തരം പാരലൽ ആയ അല്ലെങ്കിൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പ്ലെയിൻ കൊണ്ട് മുറിച്ചൊരു കഷ്ണം എടുത്ത് മുറിച്ച് മാറ്റുക. അപ്പോൾ ഉണ്ടാകുന്ന ക്രോസ് സെക്ഷൻ നോക്കിയും ഈ ഷേപ്പിൽ ഒരു സർക്കിൾ. അപ്പൊ ഇത് കുറച്ചുകൂടി താഴോട്ട് മാറ്റി മുറിക്കാൻ വലിയ സർക്കിൾ കിട്ടും. ഇങ്ങനെ ഈ പ്ലെയിനുകളും താഴോട്ട് മാറുന്നതനുസരിച്ച് സർക്കിളിന്റെ വലിപ്പം മാറിക്കൊണ്ടിരിക്കും. പലതരം സർക്കിൾസ് എങ്ങനെ മുറിച്ചാലും ബേസിന് പാരലൽ ആയിട്ടുള്ള പ്ലെയിനുകൾ മുറിച്ച് കിട്ടുന്ന ക്രോസ് സെക്ഷന് എന്തായാലും ഒരു സർക്കുലർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് സർക്കിൾ എന്ന് പറയുന്നത്. സോ സർക്കിൾ ഈസ് എ കോണിക് സെക്ഷൻ, ഒരു കോണിന്റെ സെക്ഷൻ ആണ്. മനസ്സിലായോ എല്ലാവർക്കും? എന്തുകൊണ്ടാണ് ഒരു കോണിനെ അതിന്റെ ബേസിന് പാരലൽ ആയ ഒരു പ്ലെയിൻ കൊണ്ട് മുറിച്ച് മാറ്റുമ്പോഴാണ് ഒരു സർക്കിൾ രൂപം കൊള്ളുന്നത്, അല്ലെങ്കിൽ മുറിച്ച് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ക്രോസ് സെക്ഷന്റെ ഷേപ്പാണ് സർക്കിൾ. സോ സർക്കിൾ ഈസ് എ കോണിക് സെക്ഷൻ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ഈ കുറച്ചും കൂടി ചരിച്ച് ഇതല്ലേ ആക്സിസ്, അല്പം കൂടി ചരിച്ച് ഈ പ്ലെയിൻ ഉണ്ടല്ലോ കുറച്ചും കൂടി ചരിച്ച് കട്ട് ചെയ്യാം. കുറച്ചും കൂടി ചരിക്കുക. ആദ്യം നമ്മൾ ബേസിന് പാരലൽ അല്ലായിരുന്നോ, ഇനി അങ്ങനെ പാരലാണ് കുറച്ചും കൂടി ചരിക്കുക. ഈ പ്ലെയിൻ ഒന്ന് ടിൽറ്റ് ചെയ്യുക, കുറച്ചും കൂടി ചരിക്കുക. അല്ലെങ്കിൽ ആക്സിസുമായിട്ട് ഒരു പർട്ടിക്കുലർ ആംഗിൾ ഉണ്ടാക്കുന്ന ഒരു പ്ലെയിൻ പരിഗണിക്കുക. പ്ലെയിൻ ഞാൻ അല്പം ഒന്ന് ചരിച്ചു, എന്നിട്ട് അത് മുറിച്ച് മാറ്റിയേ. ഇതുപോലെ മുറിച്ച് മാറ്റപ്പെടുത്തുന്നുണ്ട്. അതായത് ചരിച്ചിട്ട് ഇതിനെ മുറിച്ചെടുത്ത് മാറ്റാം. അപ്പൊ ഇതുപോലെ ഒരു സെക്ഷൻ കിട്ടും കണ്ടോ. ഇതുപോലെ ഒരു ദീർഘവൃത്താകൃതിയിലുള്ള ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു കർവ് കിട്ടും. ഓവൽ ഷേപ്പ്. ഇതും ഇങ്ങനെ ചരിച്ച് പ്ലെയിനോടെ ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്യണം. ഒരു പ്ലെയിൻ ഇങ്ങനെ ചരിച്ച്, ആദ്യം ചരിച്ചില്ലായിരുന്നു കേട്ടോ, ബേസിന് പാരലല്ലായിരുന്നു. അപ്പോഴാണ് സർക്കിൾ ഇട്ട്. ഇനി പ്ലെയിൻ കുറച്ച് ചരിക്കുക, അല്പം ചരിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് മുറിച്ച് മാറ്റി നോക്കി. അപ്പോൾ ആ ക്രോസ് സെക്ഷന്റെ ഷേപ്പ് എന്ന് പറയുന്നതായിരിക്കും ഓവൽ ഷേപ്പ് ആയിരിക്കും, ഈ ഷേപ്പ് ആയിരിക്കും വരും അല്ലെ. ഇതിന് പറയുന്ന പേരാണ് എല്ലിപ്സ് എന്ന് പറയും. എല്ലിപ്സ്, ഈ കർവിന് പറയുന്ന പേരാണ് എല്ലിപ്സ്. ഞാനൊരു ബോഡി വരച്ചിട്ടുണ്ട്. ആദ്യമേ കട്ട് ചെയ്തപ്പോൾ കിട്ടിയ ഷേപ്പ് ഇതായിരുന്നു, സർക്കുലർ ഷേപ്പ് ആയിരുന്നു സർക്കിൾ. രണ്ടാമത് കട്ട് ചെയ്താൽ കിട്ടുന്നതാണ് എല്ലിപ്റ്റിക്കൽ ഷേപ്പ് ആയിരിക്കും. അതായത് കുറച്ചും കൂടി ശരിക്കാണെങ്കിൽ കുറച്ചും വലിയ എലിപ്സ് കിട്ടും കേട്ടോ. അപ്പൊ എലിപ്സ് പറഞ്ഞാൽ എന്താണ്, ഈ പ്ലെയിൻ തന്നിരുന്ന കോണിനെ ഏതെങ്കിലും ഒരു നാപ്പിനെ ഒരു പ്ലെയിൻ കൊണ്ട് അല്പം ചരിച്ച് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഉണ്ടാകുന്ന ക്രോസ് സെക്ഷന്റെ ഷേപ്പാണ് എലിപ്സ് എന്ന് പറയുന്നത്. ഇനിയും നമ്മള് ഈ കോണിനെ തന്നെ ഉണ്ടല്ലോ, ഇതിന്റെ സ്ലാന്റ് ഹൈറ്റ് ഉണ്ട്. സ്ലാന്റ് ഹൈറ്റ് നിങ്ങൾക്കറിയാം, ഇതാണ് സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലെ. സ്ലാന്റ് ഹൈറ്റ് 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പാർശ്വോന്നതി എന്ന് മലയാളത്തിൽ പറഞ്ഞു. ഈ സ്ലാന്റ് ഹൈറ്റിന് സമാന്തരമായ ഒരു പ്ലെയിൻ കൊണ്ട് മുറിച്ച് മാറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. സ്ലാന്റ് ഹൈറ്റിന് സമാന്തരമായ ഒരു പ്ലെയിൻ, വെറുതെ അങ്ങോട്ട് ഏതെങ്കിലും ഒരു ആംഗിളിൽ അല്ല കേട്ടോ. ഇത് സ്ലാന്റ് ഹൈറ്റ് ആണ് ഈ കാണുന്നത്. സ്ലാന്റ് ഹൈറ്റിന് സമാന്തരമായ ഒരു പ്ലെയിൻ കൊണ്ട് മുറിച്ച് മാറ്റുക. മുറിച്ചെടുത്ത് മാറ്റി കേട്ടോ. എന്നിട്ട് ഉണ്ടാകുന്ന ക്രോസ് സെക്ഷൻ ഈ ഷേപ്പിൽ വരിക. ഇതൊരു പരാബോള എന്ന് പറയുന്നത്. പരാബോള മുകളിലേക്ക് തിരിച്ച് സൈഡിലേക്ക് എങ്ങനെയാണ് ഇരിക്കുക. ഞാനിപ്പോ ഇങ്ങനെയാണ് കോൺ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ താഴോട്ട് വരുന്ന ഒരു പരാബോള ആയിരിക്കും. സ്ലാന്റ് ഹൈറ്റിന് സമാന്തരമായ ഒരു പ്ലെയിൻ കൊണ്ട് മുറിച്ച് മാറ്റിയപ്പോൾ ഉണ്ടാകുന്ന ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നതായിരിക്കും. ആ കർവിന് പറയുന്ന പേരാണ് എന്താന്ന് പറയാ, പരാബോള എന്ന് പറയും. ഇതുപോലെ പരാബോള മുകളിലേക്കാകാം, സൈഡിലേക്കാകാം, താഴോട്ടാകാം, ഈ സൈഡിലേക്ക് എങ്ങനെയാണെങ്കിലും ആകട്ടെ. അത് നമ്മൾ ആ നാപ്പ് പിടിക്കുന്ന പോലെ ഇരിക്കും. അപ്പൊ ഇതാണ് പരാബോള എന്ന് പറയുന്നത്. 3 തരമായില്ലേ. സർക്കിൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, കോണിനെ അതിന്റെ ബേസിന് സമാന്തരമായ ഒരു പ്ലെയിൻ കൊണ്ട് മുറിച്ച് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ക്രോസ് സെക്ഷൻ ആണ് സർക്കിൾ എന്ന് പറയുന്നത്. എലിപ്സ് കിട്ടുന്നത് എപ്പോഴാണ്, പ്ലെയിന് അല്പം ചരിച്ച് കട്ട് ചെയ്യുക, കോണിന് കട്ട് ചെയ്യുക. അപ്പോൾ ഉണ്ടാകുന്ന ക്രോസ് സെക്ഷന്റെ ഷേപ്പാണ് എലിപ്സ് എന്ന് പറയുന്നത്. ഇനി പരാബോള കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ കോണിനെ അതിന്റെ സ്ലാന്റ് ഹൈറ്റിന് സമാന്തരമായ ഒരു പ്ലെയിൻ കൊണ്ട് മുറിച്ച് മാറ്റുക. അപ്പോൾ ഉണ്ടാകുന്ന ക്രോസ് സെക്ഷൻ ഇതാണ്. ഇത് ബേസിനെ കട്ടിങ്ങനെ വരും. ഇതിങ്ങനെ സ്ലാന്റ് ഹൈറ്റിന് സമാന്തരമാണെങ്കിൽ ഉണ്ടല്ലോ, ഇതിങ്ങനെ മുറിച്ച് മാറ്റുമ്പോൾ അതിന്റെ ബേസിനെ കൂടി കട്ട് ചെയ്യും. എന്നിട്ട് എടുത്ത് മാറ്റി നോക്കിക്കോളുക. അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന പരാബോളയുടെ ഷേപ്പ് ആയിരിക്കും. അപ്പൊ ഇതിന് അപ്പോൾ രൂപം കൊള്ളുന്ന കർവ് ഇതേ ഷേപ്പ് ആയിരിക്കും. ഇനി നമ്മൾ 2 നാപ്പുകളും കൂടി ചേർത്ത് പിടിക്കുക. ഇതുവരെ ഞാൻ ഏതെങ്കിലും ഒരു നാപ്പ് എടുത്തേ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി 2 നാപ്പുകൾ ചേർത്ത് വയ്ക്കുക. ഒന്നുകിൽ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് പിടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കുക, എങ്ങനെയെങ്കിലും പിടിക്കാം കേട്ടോ. എന്നിട്ട് ഈ 2 നാപ്പുകളെ ഒരേ സമയം ഒരു പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യുക. ഒരേ സമയം ഒരു പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യുക. അപ്പൊ ഇതിങ്ങനെ കട്ട് ചെയ്യട്ടോ. ഇങ്ങനെ 2 നാപ്പുകളെയും ഒരേ സമയം, അതെങ്ങനെയും കട്ട് ചെയ്യാം. പക്ഷെ ഒരേ സമയത്ത് 2 നാപ്പുകളും കട്ട് ചെയ്ത് മാറ്റണം. അപ്പൊ ഇങ്ങനെ മുറിക്കാം. നേരെ
അല്ലെങ്കിൽ ഈ ബേസിനെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിൽ മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ ഈ രണ്ട് നാപ്പിനെ ഒരേ സമയം കട്ട് ചെയ്യണം. ഇങ്ങനെ ഒരേ സമയം കട്ട് ചെയ്തു കേട്ടോ, ഒരേ സമയം കട്ട് ചെയ്തു കേട്ടോ. അത് അകത്തിയോ അടുപ്പിച്ചൊക്കെ ഈ ആക്സിനോട് അടുപ്പിച്ചോ അകത്തിയൊക്കെ കട്ട് ചെയ്യണം. ഞാനിപ്പോ കുറച്ച് അടുപ്പിച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇത് മുറിച്ച് മാറ്റി. അപ്പൊ ഒരു കഷ്ണം ഇവിടുന്ന് മുറിഞ്ഞു പോകും, ഒരു ഭാഗം ഇവിടുന്ന് മുറിഞ്ഞു പോകുകയല്ലേ. അപ്പൊ രണ്ട് കർവുകൾ മുകളിലും താഴെയുമായിട്ട്, അല്ലെങ്കിൽ തിരിച്ചു പിടിക്കുകയാണെങ്കിൽ ഇടതും വശത്തോടെ രണ്ട് കർവുകൾ ഒരേ സമയം രൂപം കൊള്ളില്ലേ. അതിന്റെ ഷേപ്പ് എങ്ങനെയായിരുന്നു? ഇതുപോലെ ഞാനിപ്പം കട്ട് ചെയ്തതനുസരിച്ച് എന്താ, ഒരു കർവ് മുകളിലും രൂപം കൊള്ളും, ഒരു കർവ് താഴെയും രൂപം കൊള്ളും. നമ്മള് ഈ നാപ്പുകളെ വെർട്ടിക്കലായിട്ട് പിടിക്കുവാണെങ്കിൽ ഒരേ സമയം ഈ പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്തു, അപ്പൊ മുറിച്ച് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ഷേപ്പ് കൊണ്ട് ഒന്ന് മുകളിലേക്ക് ഒന്ന് താഴെ തിരിച്ചിരിക്കില്ലേ. ഇനി അതല്ല, നാപ്പുകൾ തിരിച്ച് ഇങ്ങനെയാ ഇതുപോലെ പിടിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിലോ അതിങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ ഇപ്പം വെർട്ടിക്കലായിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇതുപോലെ ഇരിക്കും, ഒന്ന് മുകളിലേക്ക് ഒന്ന് താഴെ ഇരിക്കും അല്ലെ. ഹൊറിസോണ്ടലായിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഒന്ന് ലെഫ്റ്റിലേക്ക് ഒന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു. ഈ രണ്ട് കർവുകൾ ഒരുമിച്ച് ചേരുന്നതിനാണ് ഹൈപ്പർബോള എന്ന് പറയുന്നത്. ദീസ് ടു ബ്രാഞ്ചസ് ടുഗദർ നോൺ ആസ് എ ഹൈപ്പർബോള. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായത് ഹൈപ്പർബോള ഹാസ് ടു ബ്രാഞ്ച്. ഞാനിവിടെ ബോർഡ് വരച്ചിട്ടുണ്ട്, രണ്ടെണ്ണം കിട്ടും. ഒന്നിങ്ങനെ ഇടത്തേക്കും വലത്തേക്കും തിരിയും, അല്ലെങ്കിൽ മുകളിലേക്ക് താഴോട്ടും തിരിഞ്ഞിരിക്കും. അപ്പൊ ദീസ് ടു ബ്രാഞ്ചസ് ടുഗദർ നോൺ ആസ് എ ഹൈപ്പർബോള. അപ്പം നോക്കുക, ഈ 4 തരം കർവുകൾ. ഇത് ആദ്യത്തെ 3 ഓരോ ബ്രാഞ്ചുകളേ ഉള്ളൂ. സർക്കിൾ നിങ്ങൾക്ക് പരിചയമുള്ളതാണ് ചെറിയ ക്ലാസ്സിൽ, സർക്കുലർ ഷേപ്പ്. ഇത് പരാബോള നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വർഷം പഠിക്കുന്നത്, എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്റർ പഠിക്കാൻ. ഇത് 4 പഠിച്ചെടുപ്പോൾ ഈ ചാപ്റ്റർ തീരുന്നതാണ്. ഇതൊരു പരാബോള. പരാബോള എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ തിരിഞ്ഞിരിക്കുന്നതല്ല, ചിലപ്പോൾ മുകളിലേക്ക് ആകാം, അതിന് ആഫ് പിടിക്കുന്നതനുസരിച്ച് ചിലപ്പോൾ ഇങ്ങോട്ടാകാം, ചിലപ്പോൾ താഴോട്ടാകാം, ഇങ്ങനെയാകാം. ഇനി അത് എലിപ്സ് അല്ല, ഒരു ഓവൽ ഷേപ്പ് എന്ന് പറയും, ദീർഘവൃത്താകൃതിയിൽ. അല്ലെങ്കിൽ നമ്മളെന്താ സോളാർ സിസ്റ്റം എന്നൊക്കെ കേട്ടില്ല, അന്നേരമൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടാവും. എലിപ്റ്റിക്കൽ പാത്തിലൂടെയാണല്ലോ കറങ്ങുന്നത്. പിന്നെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്ന 2 കർവുകൾ. ഈ 2 കർവുകൾ ഒരുമിച്ച് വരുന്ന ഹൈപ്പർബോള. അപ്പൊ ഓർക്കുക, ഹൈപ്പർബോളയ്ക്ക് മാത്രമേ 2 ബ്രാഞ്ചുകൾ ഉണ്ടെന്ന് ഓർക്കുക. ഒരു ബ്രാഞ്ച് മാത്രമേ ഹൈപ്പർബോള എന്ന് പറയാൻ പറ്റിയത്. ദീസ് 2 ബ്രാഞ്ചസ് ടുഗദർ നോൺ ആസ് എ ഹൈപ്പർബോള. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഈ 4 തരം കർവുകളെയും നമ്മൾ കോണിക് സെക്ഷൻസ് എന്ന് പേര് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ 4 കർവുകൾക്കും പ്രത്യേകമായിട്ടും കോണിക് സെക്ഷൻസ് എന്ന് പേര് വരാൻ കാരണം? അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത് പരീക്ഷയ്ക്ക് നിർവചനങ്ങളൊന്നും അല്ല, പരാബോളയുടെയോ സർക്കിളിന്റെയോ എലിപ്സിന്റെയോ ഹൈപ്പർബോളയുടെയോ നിർവചനങ്ങളല്ല, ഡെഫിനിഷൻസ് അല്ല ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ ഞാനിപ്പോൾ എന്താ പറഞ്ഞത്, ഈ 4 കർവുകൾക്കും ഈ പേര് വരാൻ കാരണം എന്ത്, അത് മാത്രമേ അറിയൂ. ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതല്ല, നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഞാൻ ഇപ്പോൾ കാണിച്ച മോഡൽ മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ അഡീഷണൽ ആയിട്ട് ഇട്ടുകൊള്ളാം. അപ്പം മനസ്സിലാകാതെ, ഞാനിപ്പോൾ കാണിച്ച മോഡൽ കട്ട് ചെയ്ത രീതി ഒന്ന് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് മനസ്സിലാക്കുക. അതിനകത്ത് ആനിമേഷൻ കാണിക്കുന്നുണ്ട്, അതൊന്ന് നോക്കി മനസ്സിലാക്കുക. ഇനി നമ്മൾ ഓരോന്നായിട്ട് പഠിക്കാൻ പോവുക. ഈ ചാപ്റ്ററിൽ ആദ്യം സർക്കിളിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. സർക്കിളിന്റെ സമവാക്യങ്ങൾ, അതിനോട് ബന്ധപ്പെട്ട പ്രോബ്ലംസ്, അതിനുശേഷം പരാബോള പഠിക്കും, പിന്നെ എലിപ്സ് പഠിക്കും, പിന്നെ ഹൈപ്പർബോള പഠിക്കും. അന്നേരം നമ്മൾ അതിന് നിർവചനം ഓരോന്നായിട്ട് പഠിക്കും. മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ ഓരോന്നിനും ഓരോന്നുണ്ട്. സർക്കിളിന് ഒരു ഡെഫിനിഷൻ നിർവചനമുണ്ട്, പരാബോളയ്ക്ക് ഒരു നിർവചനമുണ്ട്, എലിപ്സിന് ഒരു നിർവചനമുണ്ട്, ഹൈപ്പർബോളയ്ക്ക് ഒരു നിർവചനമുണ്ട്. അത് അന്നേരം നമ്മൾ ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോൾ വിശദമായിട്ട് പഠിക്കും. ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായല്ലോ. കോണിക് സെക്ഷൻസ് എന്താണെന്ന് ഞാൻ ജനറൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ കോണിക് സെക്ഷൻസ് പറഞ്ഞാൽ കർവുകളാണ് കേട്ടോ, നേർരേഖകളല്ല. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഈ 4 കോണിക് സെക്ഷൻസിന്റെയും സമവാക്യങ്ങൾ. സ്ട്രെയിറ്റ് ലൈൻസിന് സമവാക്യങ്ങളില്ലായിരുന്നോ? അതുപോലെ തന്നെ ഈ 4 കോണിക് സെക്ഷൻസിന് അതിൻ്റെതായ സമവാക്യങ്ങൾ ഉണ്ട്. അത് നമ്മൾ വിശദമായിട്ട് പഠിക്കുവാൻ പോവുകയാണ്. അതാണ് ഞാൻ ഇനി പഠിപ്പിക്കാൻ പോകുന്നത്. ആദ്യമേ നമുക്ക് സർക്കിൾസ് എന്ന കോണിക് സെക്ഷനെ പറ്റി വിശദമായി പഠിക്കാം. ഇനി നമുക്ക് സർക്കിൾ എന്ന കോണിക് സെക്ഷനെ പറ്റി വിശദമായി പഠിക്കാം. എന്താണ് സർക്കിൾ? നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽ നിങ്ങൾ സർക്കിൾസ് പഠിച്ചിട്ടുണ്ട്. സർക്കിൾ വരയ്ക്കാൻ അറിയാം, സർക്കിളിന്റെ സെന്റർ എന്താണെന്ന് അറിയാം, സർക്കിളിന്റെ റേഡിയസ് എന്താണെന്ന് ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്നാൽ സർക്കിളിന്റെ നിർവചനം, ഡെഫിനിഷൻ എന്താണെന്ന് പലരും പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്കൊന്ന് നിർവചിക്കാം. എന്താണ് സർക്കിളിന്റെ നിർവചനം? മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ എന്താണെന്നൊന്ന് നോക്കാം. അതായത് എ സർക്കിൾ ഈസ് ഡിഫൈൻഡ് ആസ് ദി സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ്. ഇപ്പൊ ജനറൽ ഞാൻ സ്ട്രെയിറ്റ് ലൈൻസ് പറഞ്ഞത് സെറ്റ് ഓഫ് പോയിന്റ്സ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അനേകം പോയിന്റുകൾ ഇങ്ങനെ അടിഞ്ഞിരിക്കണമെന്ന് ഞാൻ പറഞ്ഞത് അല്ലേ. ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട് അതിന്മേല്. ആ പോയിന്റുകളെല്ലാം ഇങ്ങനെ അടിഞ്ഞിരിക്കുകയാണ്, അതിനെയാണ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്, നേർരേഖയില്. അതുപോലെ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫിനിറ്റി നമ്പർ ഓഫ് പോയിന്റ്സിന്റെ ഒരു കളക്ഷൻ ആണ്, സെറ്റാണ്. ഒരു പോയിന്റ് ജനറൽ ആയിട്ട് നമ്മൾ പി എക്സ് വൈ എന്നുള്ള ഒരു എനി പോയിന്റ് എടുക്കും. ഞാൻ പറഞ്ഞു എനി പോയിന്റ് ഇരിക്കുമ്പോൾ എപ്പോഴും എക്സ് കോമ വൈ എന്ന് എടുക്കാറുള്ളൂ. ഇതൊരു പോയിന്റ് സ്റ്റാർട്ടിംഗ് പോലെ എക്സ് കോമ വൈ. ഈ പോയിന്റ് എന്നുള്ള എക്സും വൈ മാറുന്നതനുസരിച്ച് ധാരാളം പോയിന്റുകൾ ഇങ്ങനെ അടിങ്ങിയിരിക്കുകയാണ്. ഇതിനകത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റുകൾ ഇങ്ങനെ അടങ്ങിയിരിപ്പുണ്ട്.
ഈ സർക്കിൾ എങ്ങനെയാ രൂപം കൊള്ളുന്നത് അറിയാമോ? സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ്. ഈ പോയിന്റുകളെല്ലാം പ്രത്യേകത എന്താ? ഈ പോയിന്റുകളെല്ലാം വിച്ചാർ വിച്ചാർ, ആ പോയിന്റുകളെല്ലാം സർക്കിൾ, ഈ പോയിന്റ് എവിടെയായിരുന്നാലും എന്താ പ്രത്യേകത? വിച്ചാർ ഇക്വി ഡിസ്റ്റന്റ്, തുല്യ അകലത്തിലാണ്. ഇക്വി ഡിസ്റ്റന്റ് ഫ്രം എ ഫിക്സഡ് പോയിന്റ്. ഒരു നിശ്ചിത പോയിന്റ് തന്നിട്ടുണ്ട്, ഒരു ഫിക്സഡ് ആണ്, അത് മാറില്ല, അത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. ആ നിശ്ചിത പോയിന്റിൽ നിന്നും ഒരേ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന പോയിന്റുകളുടെ കളക്ഷൻ, പോയിന്റുകളുടെ സെറ്റിനെയാണ് ഒരു സർക്കിൾ എന്ന് പറയുന്നത്, സർക്കുലർ പാത്ത് എന്ന് പറയുന്നത്. സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിൾ ഈസ് ഡിഫൈൻഡ് ആസ് സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ്. അത് ഇതെല്ലാം പോയിന്റുകളാണ്, സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ്. അത് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്താൽ പോരാ, ആ പോയിന്റുകൾ ഏതെങ്കിലും രീതിയിൽ ഇരുന്നാൽ പോരാ. പിന്നെ ആ പോയിന്റുകൾക്കെല്ലാം ഒരു പ്രത്യേക കണ്ടീഷൻ ഉണ്ട്. വിച്ചാർ, ആ പോയിന്റുകളെല്ലാം എന്താണ്? ഈ ഓരോ പോയിന്റുകളും അവയെല്ലാം വിച്ചാർ ഇക്വി ഡിസ്റ്റന്റ്, തുല്യ അകലത്തിലാണ് ഫ്രം എ ഫിക്സഡ് പോയിന്റ്. ഒരു ഫിക്സഡ് പോയിന്റ് നിശ്ചിത അകലത്തിലാണ്. അത് ശരിയല്ലേ? ഇവിടെ നിങ്ങളുടെ ദൂരം എങ്ങോട്ടോ ദൂരം എടുത്താലും സെയിം തന്നെയല്ലേ? ഈ പോയിന്റ് എവിടെ ചെന്നാലും ഈ സർക്കിളിലുള്ള എല്ലാ പോയിന്റുകളും ഈ ഫിക്സഡ് പോയിന്റിൽ ഒരേ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയുള്ള പോയിന്റുകളെല്ലാം കൂടി ചേർന്നാൽ എന്ത് രൂപം കൊള്ളും? ഒരു സർക്കിൾ രൂപം കൊള്ളും. അപ്പൊ സർക്കിളിന്റെ നിർവചനം അതാണ്. ഒരു നിശ്ചിത പോയിന്റിൽ നിന്നും ഒരേ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന പോയിന്റുകളുടെ സെറ്റിനെയാണ്, കൂട്ടത്തെയാണ് ഒരു സർക്കിൾ എന്ന് വിളിക്കുന്നത്. അത് മലയാളത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു നിശ്ചിത പോയിന്റിൽ നിന്നും ഒരേ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന പോയിന്റുകളുടെ കൂട്ടത്തെയാണ് ഒരു സർക്കിൾ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? സർക്കിൾ ഈസ് ഡിഫൈൻഡ് ആസ് ദി സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് വിച്ച് ആർ ഇക്വിഡിസ്റ്റന്റ്, തുല്യഅകലത്തിലാണ്, ഫ്രം എ ഫിക്സഡ് പോയിന്റ്. അങ്ങനെയെങ്കിൽ ഈ നിർവചനത്തിൽ ഒരു രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഒരു ഫിക്സഡ് പോയിന്റിന്റെ കാര്യം എടുത്തു പറയുന്നുണ്ട് അല്ലെ? ഈ സർക്കിളിലെ എല്ലാ പോയിന്റുകളും ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നും ഒരേ അകലത്തിലാണല്ലേ പറഞ്ഞത്. അപ്പൊ ആ ഫിക്സഡ് പോയിന്റ് പറയുന്ന പേരെന്താ? ഇതാണല്ലേ ആ ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത്. ആ ഫിക്സഡ് പോയിന്റ് പറയുന്ന പേരെന്താണ്? സെന്റർ ഓഫ് ദി സർക്കിൾ എന്നല്ലേ നിങ്ങളെ പഠിച്ചിരിക്കുന്ന കേന്ദ്രം, സർക്കിളിന്റെ കേന്ദ്രം. ഇംഗ്ലീഷിൽ സെന്റർ ഓഫ് ദി സർക്കിൾ എന്ന് പറയും. പിന്നെ ഒരു ഇക്വി ഡിസ്റ്റന്റ് എന്ന് പറയുന്നത് തുല്യ അകലത്തിലാന്ന് പറയല്ലേ? ആ കോൺസ്റ്റന്റ് ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആന്ന് പറയല്ലേ? എല്ലാവർക്കും ഒരേ ഡിസ്റ്റൻസ് ആന്ന് പറയല്ലേ? ആ കോൺസ്റ്റന്റ് ഡിസ്റ്റൻസിന് പറയുന്ന പേരെന്താണ്? റേഡിയസ് ഓഫ് ദി സർക്കിൾ. ആരം എന്ന് മലയാളം മീഡിയക്കാർ പഠിച്ചിട്ടുണ്ട്. റേഡിയസ് ഓഫ് ദി സർക്കിൾ. അപ്പൊ സർക്കിളിന്റെ നിർവചനത്തിൽ നിന്നും രണ്ട് പദങ്ങൾ കൂടി നമുക്ക് കിട്ടി. സെന്റർ ഓഫ് ദി സർക്കിളും കിട്ടി, റേഡിയസ് ഓഫ് ദി സർക്കിളും കിട്ടി. ഫിക്സഡ് പോയിന്റിന്റെ സെന്റർ എന്നും ആ കോൺസ്റ്റന്റ് ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് ദി സർക്കിൾ എന്ന് പറയും. ഇതാണ് സർക്കിളിന്റെ മാത്തമാറ്റിക്കൽ ഡെഫിനേഷൻ. കേട്ടല്ലോ. ഇനി നമുക്ക് സർക്കിളിന്റെ സമവാക്യത്തെ കുറിച്ച് പഠിക്കാം. സ്ട്രെയിറ്റ് ലൈൻസിൽ പഠിച്ചില്ല, ഞാൻ അന്നേരം പറഞ്ഞായിരുന്നു, ആ വീഡിയോ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു. സ്ട്രെയിറ്റ് ലൈൻസിന് ഇക്വേഷൻസ് ഉണ്ടല്ലേ? സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്താണ്? എക്സിലും വൈയിലുമുള്ള ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ സമവാക്യം എന്ന് പറയുന്നത്. പല കണ്ടീഷൻ ഉപയോഗിച്ച് ചെയ്യാൻ നമ്മൾ പഠിച്ചു. എങ്ങനെ ചെയ്താലും അവസാനം നമുക്കൊരു ജനറൽ രൂപത്തിൽ ax + by + c = 0 എന്ന രൂപത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതാണ് സ്ട്രെയിറ്റ് ലൈനിന്റെ ജനറൽ ഇക്വേഷൻ. അതുപോലെ തന്നെ സർക്കിളിനും ഉണ്ട് അതിൻ്റെതായ സമവാക്യം. സമവാക്യം എന്ന് പറഞ്ഞാൽ എന്താ? എക്സിലും വൈയിലുമുള്ള ഒരു സമവാക്യമാണ്. അതിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്, ഒരു സർക്കിളിന്റെ സമവാക്യത്തെ പറ്റി. ഒത്തിരി പല കണ്ടീഷൻസ് വന്നിട്ട് സർക്കിളിന്റെ ഇക്വേഷൻ കാണാനുണ്ട് ഇവിടെ. ഇപ്പൊ നിങ്ങൾക്ക് അതൊന്നും നിങ്ങളുടെ സിലബസിലെല്ലാം റെഡ്യൂസ് ചെയ്ത് ആകപ്പാടെ ഒരേ ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. നേരത്തെ ഇതിനും നിങ്ങളുടെ സിലബസിന് മുമ്പുള്ള സിലബസിലാണ് പല കണ്ടീഷൻസ് ഉപയോഗിച്ചുള്ള സർക്കിൾസ് ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് സർക്കിളിന്റെ ഒരേ ഒരു കണ്ടീഷൻ ഉപയോഗിച്ചുള്ള ഇക്വേഷൻ മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. ആ ഇക്വേഷൻ എന്താണെന്ന് ഒന്ന് നോക്കാം. അതായത് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ഹാവിംഗ് സെന്റർ അറ്റ് ദി പോയിന്റ് h, k. ജനറൽ ആയിട്ട് പറഞ്ഞില്ല, h, k ഒരു ഫിക്സഡ് പോയിന്റ് ആണ്. ഇപ്പൊ h k എന്ന് പറഞ്ഞാൽ 2, 3, -1, 4 എന്തെങ്കിലും ജനറൽ ആയിട്ട് h, k സെന്റർ ആയിട്ടുള്ളതും അതിന്റെ റേഡിയസ് 6 യൂണിറ്റ്സ്, റേഡിയസിനെ 6 യൂണിറ്റ്സ് എടുക്കുക. അങ്ങനെയുള്ള ഒരു സർക്കിളിന്റെ സമവാക്യം എന്ത്? അത് മാത്രമേ നമുക്കിവിടെ പഠിക്കേണ്ടതായിട്ടുള്ളൂ. എന്താണ്? സെന്ററും റേഡിയസും തന്നാൽ സമവാക്യം കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ. സെന്ററും തരും, സെന്ററിന്റെ കോർഡിനേറ്റുകൾ തരും, h, k എന്ന രൂപത്തിൽ തരും. സെന്റർ ഒരു പോയിന്റ് അല്ലേ, അതിന്റെ 2 കോർഡിനേറ്റുകൾ തരും. പിന്നെ റേഡിയസ് എത്ര യൂണിറ്റ് ആണെന്ന് തരും. അത് രണ്ടും ഉപയോഗിച്ചിട്ട് സർക്കിളിന് സമവാക്യം ഉണ്ടാക്കിയെടുക്കണം. ആ സമവാക്യം ജനറൽ ആയിട്ട് വരച്ചതേ ഉള്ളൂ. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഒരു സർക്കിൾ ഇപ്പൊ ഞാൻ ജനറൽ ആയിട്ട് ഇങ്ങനെ വരച്ചതേ. സർക്കിൾ ഇങ്ങനെയാണെന്ന് സർക്കിൾ ആണെങ്കിൽ ഇങ്ങനെയാകാം, അത് സെക്കൻഡ് ക്വാഡ്രന്റിലാകാം, അല്ലെങ്കിൽ തേർഡ് ക്വാഡ്രന്റിലാകാം, അല്ലെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റ്, അല്ലെങ്കിൽ 2 ക്വാഡ്രന്റിൽ ഒരുമിച്ച് ചേർന്നാകാം, എങ്ങനെയെങ്കിലും ആകാം. ഞാൻ ജനറൽ ആയിട്ട് ഒരു സർക്കിൾ കൂടെ വരച്ചിരിക്കുന്നു. അതിന് സെന്റർ h, k ചെയ്തിരിക്കട്ടെ. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? സെന്റർ ചിലപ്പോൾ ഇവിടെ തന്നെയാണല്ലോ, എവിടെ വേണേ, ഇവിടെ ഈ പ്ലെയിനിൽ എവിടെ വേണേലും ആകാം സെന്റർ. ഇപ്പൊ ജനറൽ ആയിട്ട് ഒരു സർക്കിൾ ആണ് വരച്ചു. അതിന്റെ സെന്റർ h, k ചെയ്തിരിക്കട്ടെ. റേഡിയസ് 6 യൂണിറ്റ്. റേഡിയസ് എന്നൊക്കെ പറയാൻ സെന്ററിൽ നിന്നും
സർക്കിളിലേക്കുള്ള ദൂരമാണല്ലോ റേഡിയസ്. അതും തരും. ഇപ്പൊ സെന്ററിന്റെയും കോർഡിനേറ്റുകൾ അറിയാം, റേഡിയസ് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും വെച്ചുള്ള സർക്കിളിലെ സമവാക്യം ഇത് എവിടെ എഴുതിയിട്ട് കാണാതെ പഠിക്കാം. ആദ്യം പഠിക്കേണ്ട സമവാക്യമാണിത്. എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ, എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ ആണ്, പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ റേഡിയസ് സ്ക്വയർ. ഇതവിടെ കാണാതെ പഠിക്കാന്നുള്ളതേ ഉള്ളൂ. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. എക്സിലും വൈയിലും ഉള്ള ഇതിനെ എക്സ്പാൻഡ് ചെയ്താലുണ്ടല്ലോ, ഇപ്പൊ എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എക്സിലും വൈയിലും ഉള്ള ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടും. അതാണ് ഈ സർക്കിളിന്റെ സമവാക്യം. ഇപ്പൊ എക്സ് വൈ എന്നുള്ളത് എന്താ? എക്സ് കോമ വൈ എന്ന് പറയുന്ന അത് സർക്കിളിന്മേലുള്ള എനി പോയിന്റ് ആണ്. ഞാൻ പറഞ്ഞ സ്ട്രെയിറ്റ് ലൈൻ പറഞ്ഞ പോലെ എനി പോയിന്റ് ധാരാളം പോയിന്റുകളുണ്ട്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ്. അതിന് ജനറൽ ആയിട്ട് ആ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റുകളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ജനറൽ പോയിന്റ് ആണ് എക്സ് കോമ വൈ എന്ന് പറയുന്നത്. അപ്പൊ എനി പോയിന്റിന്റെ ടേമിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. എക്സ് മൈനസ് എച്ച് പ്രധാനം പഠിച്ചോളാം. എച്ച് കെ സെന്റർ ആയിട്ടുള്ളതും റേഡിയസ് 6 യൂണിറ്റ് ഉള്ളതുമായ സർക്കിളിന്റെ സമവാക്യം എന്ന് പറയുന്നത് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആയിരിക്കണം. ഇനി ഞാൻ ഈ സെന്റർ എന്നുള്ളത് അത് ഒറിജിൻ ആണെന്ന് സങ്കല്പിക്കാം. ഈ സർക്കിൾ എങ്ങനെ മൂവ് ചെയ്ത് റേഡിയസ് മാറുന്നത്, റേഡിയസ് ഈ ആർ തന്നെ കേട്ടോ. സെന്റർ ഇവിടെ ഒറിജിൻ ആണെന്ന് അപ്പൊ ഇങ്ങനെ ഒരു സർക്കിൾ വരും, സെന്ററിൽ കൂടി ഒരു സർക്കിൾ വരും. റേഡിയസ് മാറുന്നില്ല. ഈ സർക്കിൾ മൂവ് ചെയ്ത് ഇവിടെ കൊണ്ട് വെച്ചു, സെന്റർ ഇവിടെ കൊണ്ട് വെച്ചു. അപ്പൊ എന്താ എച്ച് കെ എന്നുള്ളത് 0 ആയിട്ട് മാറിയല്ലേ. സെന്റർ ഈസ് അറ്റ് ഒറിജിൻ, എച്ച് കോമ കെ എന്നുള്ളത് 0 ആവും. അപ്പൊ ഈ സർക്കിളിന് എന്ത് മാറ്റം സംഭവിക്കുന്നു? എച്ചിന്റെയും കെയുടെയും സ്ഥാനത്ത് 0 കൊടുത്താൽ എക്സ് മൈനസ് 0 എക്സ് അല്ലേ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ കണ്ടാൽ മനസ്സിലാക്കിക്കൊള്ളാം. എക്സിന്റെ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ആർ സ്ക്വയർ എന്നുള്ള രൂപത്തിൽ ഒരു സമവാക്യം കണ്ടാൽ മനസ്സിലാക്കിക്കൊള്ളുക. അത് ഏതോ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. എങ്ങനെയുള്ള സർക്കിൾ ആയിരിക്കും? സെന്റർ ഈസ് അറ്റ് ദ ഒറിജിൻ ആണ്, 0 ആണ്. അതിന്റെ റേഡിയസ് 6 യൂണിറ്റ് ആയിരിക്കും കേട്ടോ. വലതുവശത്ത് കാണുന്ന റേഡിയസിന്റെ സ്ക്വയർ ആണ്, അതറിഞ്ഞിരിക്കട്ടെ. വലതുവശത്ത് കാണുന്ന ആ കോൺസ്റ്റന്റ് റേഡിയസിന്റെ സ്ക്വയർ ആണ്. അപ്പൊ റേഡിയസ് സ്ക്വയർ റൂട്ട് എടുത്താൽ ഇത് റേഡിയസ് സ്ക്വയർ ആണ് ആ സംഖ്യ എന്ന് പറയുന്നത്. അപ്പം റേഡിയസ് ആണെങ്കിൽ ആ കാണുന്ന സംഖ്യയുടെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അപ്പൊ അറിഞ്ഞിരിക്കാം. ഇപ്പൊ രണ്ടു രണ്ടും ഒന്ന് തന്നെയാണ്. ഇതിന്റെ ഒരു പർട്ടിക്കുലർ ഇത് ഈ കാണുന്നതേ ഇതിന്റെ ഒരു പർട്ടിക്കുലർ കേസ് ആണെന്ന് മാത്രമേ. ഏത് പർട്ടിക്കുലർ കേസാ? സെന്റർ 0 ആവുന്ന ആ പർട്ടിക്കുലർ കേസ്. അപ്പൊ ഇത് രണ്ടുമാണ്. നമുക്ക് ഇത് ഉപയോഗിച്ചുള്ള കുറെ പ്രോബ്ലംസ് ആദ്യമേ ചെയ്യാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻസിൽ പറഞ്ഞായിരുന്നല്ലോ ഒരു 5 കണ്ടീഷൻസ് ഉപയോഗിച്ചുള്ള സ്ട്രെയിറ്റ് ലൈൻസ് നമ്മൾ പഠിച്ചായിരുന്നു. ഇതിന് 5നെയും ഏത് തരത്തിൽ ചെയ്താലും അവസാനം കിട്ടുന്നത് ഏത് രൂപത്തിലായിരിക്കും? ax പ്ലസ് by പ്ലസ് ഈക്വൽ 0. അതിനല്ലേ സ്ട്രെയിറ്റ് ലൈൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് വിളിക്കുക. അതുപോലെ തന്നെയുണ്ട് സർക്കിളിനും ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഒരു രൂപത്തിലേ പഠിച്ചുള്ളൂ. പക്ഷെ ഇനിയുണ്ട് പല കണ്ടീഷൻസ് ഉപയോഗിച്ച് സർക്കിൾ ഇക്വേഷൻ കണ്ടത്. എങ്ങനെ ചെയ്താലും അവസാനം നമുക്കൊരു ജനറൽ രൂപത്തിൽ എഴുതാൻ സാധിക്കും. ഇതിനൊക്കെ എക്സ്പാൻഡ് ചെയ്തേ, ഇതിനൊക്കെ എ മൈനസ് ബി ഹോൾ സ്ക്വയറോ വെച്ച് എക്സ്പാൻഡ് ചെയ്ത് അവസാനം കിട്ടുന്ന സമവാക്യത്തെ നമുക്കൊരു പ്രത്യേക രീതിയിൽ എഴുതാൻ സാധിക്കും. അതിനെയാണ് ജനറൽ ഇക്വേഷൻ. ആ ഇക്വേഷൻ എന്താണെന്ന് ഞാൻ ഇവിടെ ഒന്ന് കാണിക്കാം. ജനറൽ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx plus 2fy plus c equal to 0 is considered as the general equation of a circle. ഇതുപോലുള്ള ഇക്വേഷനെയാണ് നമ്മുടെ സർക്കിളിന്റെ അല്ലെങ്കിൽ ഈ ഇക്വേഷനെയാണ് ഒരു സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ ആയിട്ട് പരിഗണിക്കുന്നതെന്നാണ് പറയുന്നത്. ആദ്യമേ എക്സ് സ്ക്വയറിന്റെ ടേം, പിന്നെ വൈ സ്ക്വയറിന്റെ ടേം നമ്മുടെ ആ ക്രമത്തിൽ എഴുതാം. എക്സ് സ്ക്വയറിന്റെ ടേം ആദ്യം, പിന്നെ വൈ സ്ക്വയർ, പിന്നെ എക്സിന്റെ ടേം. ഈ എക്സിന്റെ ടേമിനെ ഡിനോട്ട് ചെയ്യുന്നതിന് 2g, എക്സിന്റെ കോഎഫിഷ്യന്റ് ഉണ്ടല്ലോ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് 2g കൊണ്ടായിരിക്കും. മുതൽ ജി ഒരു കോൺസ്റ്റന്റ് ആണ്. പക്ഷെ എക്സിന്റെ കോഎഫിഷ്യന്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ജനറൽ ഇക്വേഷൻ ആകട്ടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 2g എന്നാണ് എടുക്കുന്നത്. അത് നമുക്ക് ജി കണ്ടുപിടിക്കാം. ഇപ്പൊ 4x ആണെങ്കിൽ 2g = 4. ഇപ്പൊ 3x ആണെങ്കിൽ 2g = 3. മനസ്സിലായോ? ഇപ്പം 7x ആണെങ്കിൽ 2g = 7. അങ്ങനെ എടുക്കാം. അപ്പൊ എക്സിന്റെ ടേമിന് ജനറൽ ആയിട്ട് 2gx, എക്സിന്റെ കോഎഫിഷ്യന്റ് 2g കൊണ്ട് ഡിനോട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അതുപോലെ പ്ലസ് 2fy, വൈയുടെ കോഎഫിഷ്യന്റ് 2f കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. എഫ് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ വൈയുടെ കോഎഫിഷ്യന്റ് 2f, വൈയുടെ കോഎഫിഷ്യന്റ് 2f എടുത്ത് അത് നമുക്ക് എഫ് കണ്ടുപിടിക്കാം. പിന്നെ എക്സും വൈ ഇല്ലാത്ത ടേം കോൺസ്റ്റന്റ് ടേം എന്ന് പറയും, അത് അവസാനം എഴുതുന്നു. അപ്പൊ ആകെ 5 പദങ്ങളാണുള്ളത് ജനറൽ ഇക്വേഷൻ അതുള്ളത്. എക്സ് സ്ക്വയർ ടേം, പിന്നെ വൈ സ്ക്വയർ ടേം, പിന്നെ എക്സിന്റെ ടേം, പിന്നെ വൈ ടേം, പിന്നെ എക്സും വൈ ഇല്ലാത്ത കോൺസ്റ്റന്റ് ടേം. ഈ രീതി ക്രമീകരിക്കുന്നതിനെയാണ് നമ്മളൊരു സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുക. ഇതിനകത്ത് ഏതെങ്കിലും 1-2 ടേം ഇല്ലെങ്കിൽ ആബ്സെന്റ് ആണെന്ന് കരുതുക. അപ്പൊ നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൽ പറഞ്ഞ പോലെ അതിന്റെ കോഎഫിഷ്യന്റ് 0 എന്ന് എടുത്താൽ മതി. ഇപ്പൊ എക്സിന്റെ ടേം ഇല്ലെന്ന് കരുതുക. അപ്പൊ 0x എന്ന് പരിഗണിച്ചോണം. മനസ്സിലായി? 0x. അപ്പൊ 2g = 0 എന്ന് എടുത്തോണം. മനസ്സിലായി? ഇപ്പൊ വൈയുടെ ടേം ഇല്ലെന്ന് കരുതുക, വൈ ടേം ഇല്ലെന്ന് കരുതുക. അപ്പൊ എന്തെടുക്കണം? 0y എന്ന് പരിഗണിക്കണം. 0y എന്ന് പറഞ്ഞാൽ 2f = 0 എന്ന് എടുത്തിട്ട് f കണ്ടുപിടിക്കണം. അത്രേ ഉള്ളൂ. മനസ്സിലായി? അപ്പൊ കോൺസ്റ്റന്റ് ടേം ഇല്ലെന്ന് കരുതുക. അപ്പൊ c 0 എന്ന് എടുത്തോണം. ഇപ്പൊ പൊതുവായിട്ട് പറഞ്ഞാൽ 5 പദങ്ങളാണ്. ഈ 5 പദങ്ങൾ ഈ രീതിയിൽ എഴുതുന്നതാണ് സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്.
സ്ട്രെയിറ്റ് ലൈനിന്റെ ജനറൽ ഇക്വേഷൻ എന്താ? ഒരു ഇക്വേഷൻ കണ്ടാലും മനസ്സിലാക്കണം അത് ഏത് കർവ്, സ്ട്രെയിറ്റ് ലൈൻ ആണോ കർവുകൾ. ഇപ്പൊ കർവുകൾ 4 തരത്തിൽ പഠിക്കാൻ പോവാ, നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ, സർക്കിൾ തുടങ്ങിയതേ ഉള്ളൂ. സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെയാ മനസ്സിലാക്കുക? സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആണോ എന്ന്, അത് ax പ്ലസ് by പ്ലസ് = 0 എന്ന രൂപത്തിലാണോ, അല്ലെങ്കിൽ ആ രൂപത്തിൽ എഴുതാൻ പറ്റുമോ? ആണെങ്കിൽ അത് തീർച്ചയായിട്ടും എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഫസ്റ്റ് ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കണം കേട്ടോ. ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ എക്സ് ആൻഡ് വൈ ആണ് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ. ഇന്ന് സർക്കിളിന്റെ ഇക്വേഷൻ പറഞ്ഞാൽ ലീനിയർ അല്ല, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഇനി എക്സ് ആൻഡ് വൈ, ബോത്ത് എക്സ് ആൻഡ് വൈ. ഇനി ഇങ്ങനെ ഒരു ജനറൽ ഇക്വേഷൻ തന്നാൽ ആ സർക്കിൾ, ഇതൊരു സർക്കിളിന്റെ ഇക്വേഷൻ, ഏതോ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആണല്ലോ, ആ സർക്കിളിന്റെ സെന്റർ കണ്ടുപിടിക്കണം, റേഡിയസ് കണ്ടുപിടിക്കണം. നേരെ തിരിച്ചാ നമ്മൾ ആദ്യം പഠിച്ചത് സെന്ററും റേഡിയസും തന്നാൽ ഇക്വേഷൻ കാണാനല്ലേ പഠിച്ചത്. ഇപ്പൊ തൊട്ട് മുമ്പ് ഞാൻ പഠിപ്പിച്ചത് സെന്റർ എച്ച് കെയും അല്ലെ, എച്ച് കെ എന്ന് എടുക്കുന്നത്, റേഡിയസ് r ആണെങ്കിൽ സർക്കിൾ ഇക്വേഷൻ എന്താ? എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ r സ്ക്വയർ എന്ന് പഠിച്ചു. അത് സെന്റർ റേഡിയസിന് എന്താ ഇക്വേഷൻ ആണ്. ഇനി നേരെ തിരിച്ച് ഇക്വേഷൻ തരിക, ഇക്വേഷൻ ജനറൽ രൂപത്തിൽ തരുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ സർക്കിളിന്റെ സെന്ററിന്റെ കോർഡിനേറ്റുകൾ കാണാനുള്ള ഫോർമുല ഏതാണ്? മൈനസ് ജി കോമ മൈനസ് എഫ്. കണ്ടോ, സെന്ററിന്റെ രണ്ട് കോർഡിനേറ്റ് എച്ച് കെ കാണാനുള്ള ഫോർമുല മൈനസ് ജി കോമ മൈനസ് എഫ്. അപ്പൊ ഇത് തന്നിരിക്കുന്ന സർക്കിൾ ജി എഫ് കണ്ടുപിടിക്കണം. എക്സിന്റെ കോഎഫിഷ്യന്റ് 2g എടുത്തിട്ട് ജി കണ്ടുപിടിക്കണം, വൈയുടെ കോഎഫിഷ്യന്റ് 2f എടുത്തിട്ട് എഫ് കണ്ടുപിടിക്കണം. എന്നിട്ട് മൈനസ് ജി കോമ മൈനസ് എഫ് ജോഡി ചേർത്ത് എഴുതിയാൽ അത് സെന്റർ ആയി കഴിഞ്ഞു. അത് കാണാതെ പഠിക്കാന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ സർക്കിളിൽ റേഡിയസ് ഉണ്ടല്ലോ, ആരം റേഡിയസ് കാണാനുള്ള ഫോർമുല നോക്കി, സ്ക്വയർ റൂട്ട് നേടിയിടണം ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി. പലരും അറിയാതെ രണ്ട് സി സ്ക്വയർ ആണല്ലോ എന്ന് കരുതി മൈനസ് സി സ്ക്വയർ എന്ന് കണ്ടിട്ട് അങ്ങനെ ഇടരുത്. ആദ്യത്തെ രണ്ടെണ്ണത്തിന് മാത്രമേ സ്ക്വയർ ഉള്ളൂ. ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് പ്ലസ് മൈനസ് സി എന്ന് മാത്രമേ വരുള്ളൂ. ഈ രണ്ട് ഫോർമുലകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോബ്ലംസ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഞാൻ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പഠിപ്പിച്ചത്. ഒരു സർക്കിളിന്റെ സെന്ററും റേഡിയസും തന്നാൽ ഇക്വേഷൻ കാണാനും പഠിപ്പിച്ചു. നേരെ തിരിച്ച് ഒരു സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ തന്നാൽ അതിന്റെ സെന്ററും റേഡിയസും കാണാനുള്ള ഫോർമുലകളും പഠിപ്പിച്ചു. ഇനി നമുക്ക് എക്സർസൈസിൽ പ്രോബ്ലംസ് ചെയ്യാം. എല്ലാവരും പുസ്തകം എടുക്കുക. എക്സർസൈസ് 11.1 എടുക്കുക. ക്വസ്റ്റ്യൻസ് 1 to 5, 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് കണ്ടീഷൻ തന്നിട്ടുണ്ട്. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ തന്നിരിക്കുന്ന കണ്ടീഷൻസ് ഉപയോഗിച്ച് സർക്കിളിന്റെ സമവാക്യങ്ങൾ കണ്ടുപിടിക്കാറുണ്ട്. 1 മുതൽ 5 വരെ. ഒന്നാമത്തെ ചോദ്യം, സെന്റർ തന്നിട്ടുണ്ട് 0,h, റേഡിയസ് r എന്നുള്ള രണ്ട് തന്നിട്ടുണ്ട്. ഇതിനോട് ഉപയോഗിച്ച് സർക്കിളിന്റെ സമവാക്യം കണ്ടുപിടിക്കാം. സമവാക്യം എന്ന് പറഞ്ഞാൽ എക്സിലും വൈയിലുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണല്ലോ, അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്താ എഴുതേണ്ടത്? ആൻസർ എഴുതുമ്പോൾ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ഈസ്, ഫോർമുല നമുക്കറിയാം, എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇസിക്കലും ആർ സ്ക്വയർ എന്നാണല്ലോ ഫോർമുല എഴുതുക. അപ്പൊ അതിന് നമുക്ക് എച്ച് കോമ കെ 0,2 ആണ്. ഇതാണ് എച്ച് കെ കേട്ടോ. എച്ച് കോമ കെ എന്ന് പറഞ്ഞാൽ 0,2 ആണ്. റേഡിയസ് r എന്നുള്ളത് 2 ആണ്. അതൊക്കെ ഇവിടെ എഴുതാം, ഇതിലേലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് സമവാക്യം എഴുതുക, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് എക്സ് മൈനസ് 0, എച്ച് എന്നുള്ളത് 0 ആണ് കേട്ടോ, ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2, കെയുടെ വാല്യൂ 2 ആണ്. ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ, 2 സ്ക്വയർ ആണ്. ഇത്ര എഴുതിയാലും ഫുൾ മാർക്കായി. ഇതിന് ലഘൂകരിക്കാൻ അറിയാവുന്നവര്, ഇപ്പൊ എക്സ്പാൻഡ് ചെയ്യാനൊക്കെ അറിയാവുന്നവർ എക്സ്പാൻഡ് ചെയ്ത് ജനറൽ രൂപത്തിൽ എഴുതുക. എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക്, ഞാൻ പറഞ്ഞു എങ്ങനെ ചെയ്താലും അവസാനം നമുക്ക് ജനറൽ രൂപത്തിൽ എഴുതാൻ സാധിക്കും. ജനറൽ രൂപം ഞാൻ പഠിപ്പിച്ചല്ലോ. നമുക്ക് വേണമെങ്കിൽ ഞാൻ എക്സ്പാൻഡ് ചെയ്ത് കാണിക്കാണ്ടോ, അല്ല ബുദ്ധിമുട്ടുള്ളവർ ഇതുകൊണ്ട് നമ്മൾ നിർത്തിയേക്കുക. അപ്പോൾ എന്ത് കിട്ടും? എക്സ് മൈനസ് 0 എക്സ് സ്ക്വയർ, എക്സ്പാൻഡ് ചെയ്ത് എക്സ് ഇത് 0 എക്സ് തന്നെയാണല്ലോ, എക്സ് സ്ക്വയർ പ്ലസ് ഇത് നമുക്ക് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോർമുല ഉപയോഗിച്ച് വിപുലീകരിക്കാം. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ത് കിട്ടും? എ സ്ക്വയർ അല്ലെ മൈനസ് 2 മൈനസ് 4y അല്ലേ, മൈനസ് 2 ഇൻറ്റു വൈ ഇൻറ്റു 2 മൈനസ് 4 അല്ലെ വൈ 4y പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ന്റെ സ്ക്വയർ 4. പിന്നെ ഇവിടെ ഈക്വൽ 4 അല്ലേ, അപ്പൊ ആ 4 ഇങ്ങോട്ട് എടുത്താൽ മൈനസ് 4 ഒരു സ്റ്റെപ്പ് ഞാൻ ഒഴിവാക്കി. ഈക്വൽ 4 വരും, ആ 4 ഇങ്ങോട്ട് കൊണ്ടുവന്ന് നേരെ കൊണ്ടുവന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ 4 മൈനസ് 4 വെട്ടിപ്പോയില്ലേ, ബാക്കി വരുന്ന ക്രമീകരിച്ചൊന്ന് എഴുതിക്കുകയും ആദ്യം എക്സ് സ്ക്വയറിന്റെ പിന്നെ വൈ സ്ക്വയറിന്റെ ടേം പിന്നെ എക്സിന്റെ ടേം ഇല്ല, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, 0x ആണ് എഴുതിയാലും കുഴപ്പമില്ല. പിന്നെ വൈയുടെ ടേം മൈനസ് 4y, പിന്നെ കോൺസ്റ്റന്റ് ആപ്ഷൻ ആണ് ഈക്വൽസ്. ഇതാണ് ഫൈനൽ ആൻസർ. ഞാൻ പറയാം ഇങ്ങനെ എഴുതിയാലും മതി, ഇങ്ങനെ എഴുതിയാലും മതി, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്താൽ ജനറൽ രൂപത്തിൽ ഇടാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx ഇല്ല, എക്സിന്റെ ടൈം ഇല്ല, പ്ലസ് 2fy വൈയുടെ ടൈം ഉണ്ട്, പ്ലസ് കോൺസ്റ്റന്റ് ടൈം ഇല്ല, രണ്ട് ടൈമുകൾ ആബ്സെന്റ് ആണ്. ഞാൻ പറഞ്ഞിട്ട് ഒന്നോ രണ്ടോ ടൈമൊക്കെ ആബ്സെന്റ് ആയപ്പോൾ ജനറൽ ആയിട്ട് പറഞ്ഞാൽ 5 പദങ്ങളുണ്ടെന്നേ ഉള്ളൂ. ഇതാണ് ഈ സർക്കിളിന്റെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സർക്കിളിന്റെ സമവാക്യം. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, സെന്റർ മൈനസ് 2,3 എച്ച് കെ. ഇതാണ് ഇവിടെ എച്ച് കെ, മൈനസ് 2,3 എച്ച് കെ. എച്ച് എന്നുള്ള മൈനസ് 2 ആണെന്നേ ഉള്ളൂ. ചുരുക്കി പറയുന്നത് അറിയാലോ, സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ഇതിന്റെ സെന്റർ അല്ലേ. മൈനസ് 2,3 എന്ന് പറയുന്നത് രണ്ടാം ക്വാഡ്രന്റിൽ സ്ഥിതി ചെയ്യുന്ന പോലെയാണല്ലോ. രണ്ടാം ക്വാഡ്രന്റാണ് സെന്റർ. ഞാൻ പറഞ്ഞ സർക്കിൾ എന്ന് പറയുമ്പോൾ എവിടെ വേണേലും ആ പ്ലെയിനിൽ എവിടെ വേണേലും ആവാം. റേഡിയസ് 4 യൂണിറ്റ് ആണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്താണ്? ആദ്യമേ നമ്മൾ ഇവിടെ എഴുതിയ പോലെ
സെന്റർ റേഡിയസ് എഴുതാം. ഇക്വേഷൻ സർക്കിൾ ഈസ് ഇവിടെ ഫോർമുല എടുക്കണം. ഞാൻ ആവർത്തിക്കുന്നില്ല. ഇക്വേഷൻ സർക്കിൾ ഈസ് ഈ ഫോർമുല എഴുതണം. ഞാൻ അവിടെ മുതൽ തുടങ്ങാം. ബാക്കി ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് എക്സ് മൈനസ് എച്ച് എന്നുള്ളത് -2. അപ്പൊ എക്സ് മൈനസ് എക്സ് പ്ലസ് 2 എന്ന് എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾ -2 എക്സ് പ്ലസ് 2. ഇപ്പൊ ജനറൽ ആയിട്ട് പറയുമ്പോൾ എക്സ് മൈനസ് ആയതുള്ളൂ. അപ്പൊ അത് ആ എച്ച് എന്നുള്ള മൈനസ് ആണ്. എക്സ് മൈനസ് എക്സ് പ്ലസ് എച്ച് എന്ന് വരും കേട്ടോ. ജനറൽ ആയിട്ട് എഴുതുമ്പോൾ നടുക്ക് മൈനസ് എഴുതുന്നതേ ഉള്ളൂ. ഹോൾ സ്ക്വയർ ഉണ്ട് പ്ലസ് y -3 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ റേഡിയസിന്റെ സ്ക്വയർ. 4 അല്ല, 4ന്റെ സ്ക്വയർ ആണ്, 6 സ്ക്വയർ ആണ്. ഇത് എഴുതാൻ ഇനി വേണമെങ്കിൽ ദാറ്റ് ഈസ് എക്സ് പ്ലസ് 2 എന്ന് എഴുതാം. എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് y -3 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 16. ഇത് എഴുതാൻ ഫുൾ മാർക്ക് ആയി കഴിഞ്ഞു. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്ത പോലെ വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതിനകത്ത് എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 2ab a സ്ക്വയർ a പ്ലസ് b ഹോൾ സ്ക്വയർ a സ്ക്വയർ പ്ലസ് 2ab 2 into x into അപ്പോൾ 4x എന്നല്ലേ വരുള്ളൂ. പ്ലസ് b സ്ക്വയർ 2ന്റെ സ്ക്വയർ 4 a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നതിന് മാത്രം ഇതല്ലാത്തവർ ഇതുകൊണ്ട് നിർത്തിയേക്കണം. പ്ലസ് y സ്ക്വയർ മൈനസ് 2ab മൈനസ് 2 into y മൈനസ് 6y പ്ലസ് b സ്ക്വയർ 9 അല്ലെ മൈനസ് 16 സമം 0 എന്നല്ലേ വരുള്ളൂ. 16 ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഈ ക്രമീകരിച്ചിടാം ജനറൽ രൂപത്തില്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് എക്സ് സ്ക്വയർ പിന്നെ y സ്ക്വയറിന്റെ ടൈം ഇവിടെ കിടക്കുന്നുണ്ടോ. പിന്നെ എക്സിന്റെ ടൈം 4x പിന്നെ വൈയുടെ ടൈം -6y പിന്നെ എക്സ് വൈ ഇല്ലാത്ത കോൺസ്റ്റന്റ് 9 + 4 13 അല്ലെ 13 - 16 -3 ഈക്വൽ 0. നോക്കുക ജനറൽ രൂപത്തിലായില്ലേ. 5 പദങ്ങളില്ലെങ്കിൽ എക്സ് സ്ക്വയറിന്റെ ടൈം പിന്നെ y സ്ക്വയറിന്റെ ടൈം പിന്നെ എക്സിന്റെ ടൈം y ടൈം പിന്നെ കോൺസ്റ്റന്റ്. അപ്പൊ ഇവിടെ 2g ഒരു കാര്യം ഞാൻ ഇപ്പോൾ പറയാൻ വിട്ടുപോയതാണ്. ഇതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ. ഇനി ജനറൽ ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നുകൂടി ഞാൻ എഴുതി കാണിക്കാം. ജനറൽ ഇക്വേഷൻ നേരത്തെ പറഞ്ഞ കാര്യം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2g എക്സ് പ്ലസ് 2fy പ്ലസ് c ഈക്വൽ 0 എന്നാണല്ലോ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ജനറൽ ഇക്വേഷൻ ഒരു പ്രത്യേകത എന്ന് ശ്രദ്ധിച്ചു. ഈ ജനറൽ ഇക്വേഷൻ ഒരു പ്രത്യേകത ഉണ്ട്. കോഎഫിഷ്യൻസ് ഓഫ് എക്സ് സ്ക്വയർ ആൻഡ് വൈ സ്ക്വയർ മസ്റ്റ് ബി 1. They should be equal. ഈക്വൽ ആയിരിക്കണം. എക്സ് സ്ക്വയറിനെയും വൈ സ്ക്വയറിനെയും കോഎഫിഷ്യന്റ് തുല്യമായിരിക്കണം. ഈക്വൽ ആയാൽ മാത്രം പോരാ, ഇറ്റ് ഷുഡ് ബി 1. മനസ്സിലായോ? എക്സ് സ്ക്വയറിന്റെയും വൈ സ്ക്വയറിന്റെയും കോഎഫിഷ്യന്റ് തുല്യമാണ്. അവ എന്തിനോട് തുല്യമായിരിക്കണം? 1 യൂണിറ്റി ആയിരിക്കണം. ഇനി എന്തെങ്കിലും കാരണവശാൽ 2 ആണ്, ഇപ്പൊ 2x സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ എന്ന് കരുതുക. ഈക്വൽ ആയാലും കുഴപ്പമില്ല, ഈക്വൽ ആണെന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ അത് നമ്മള് ജിയും എഫും ഒക്കെ കാണുന്നതിന് മുന്നോടിയായിരുന്നല്ലോ ഈ ജിയുടെയും എഫിന്റെയും വാല്യൂ കാണേണ്ടത്. സെന്റർ കാണണമെങ്കിൽ -c -f അല്ലേ. അപ്പൊ ജിയും എഫും കാണേണ്ടിയിരിക്കുന്നു. അപ്പൊ അത് കാണുന്നതിന് മുന്നോടിയായിട്ട് എന്ത് ശ്രദ്ധിക്കണം? എക്സ് സ്ക്വയറിന്റെയും വൈ സ്ക്വയറിന്റെയും കോഎഫിഷ്യന്റ് 1 ആണോ എന്നൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഇല്ലെങ്കിലോ ആ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2x സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ ആണെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം മൊത്തം. ഞാൻ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞു ഒരു നിശ്ചിത സംഖ്യയുടെ ഡിവൈഡ് ചെയ്താൽ ഇക്വേഷൻ മാറ്റമൊന്നും സംഭവിക്കില്ല. അപ്പം ജിയുടെയും എഫിന്റെയും സിയുടെയും വില കാണുന്നതിന് മുന്നോടിയായിട്ട് എക്സ് സ്ക്വയറിന്റെയും വൈ സ്ക്വയറിന്റെയും കോഎഫിഷ്യന്റുകൾ 1 ആണോ എന്നൊന്ന് പരിശോധിക്കണം. 1 അല്ലെങ്കിൽ ആ സംഖ്യയുടെ അല്ലാത്ത സംഖ്യ കോഎഫിഷ്യന്റ് ആയിട്ട് സംഖ്യയുടെ ത്രൂഔട്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് 1 ആക്കണം. അതിനുശേഷം മാത്രമേ എക്സിന്റെ കോഎഫിഷ്യന്റ് 2g എടുക്കാവോ, എന്നിട്ട് ജി കണ്ടുപിടിക്കാവോ. പിന്നെ വൈയുടെ കോഎഫിഷ്യന്റ് 2f എടുക്കാവുള്ളൂ, എന്നിട്ട് എഫ് കണ്ടുപിടിക്കാവുള്ളൂ, പിന്നെ സി ഒക്കെ കണ്ടുപിടിക്കാവുള്ളൂ. മനസ്സിലാവും ഞാനിപ്പോൾ പറഞ്ഞത്? ജനറൽ ഇക്വേഷനകത്ത് സർക്കിളിന്റെ ജനറൽ ഇക്വേഷനകത്ത് എക്സ് സ്ക്വയറിന്റെയും വൈ സ്ക്വയറിന്റെയും കോഎഫിഷ്യന്റുകൾ തുല്യമായിരിക്കും. അവ എന്തിനോട് തുല്യമായിരിക്കും? 1 തുല്യമായിരിക്കും. 1 അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള കോഎഫിഷ്യന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1 ആക്കി മാറ്റണം. അതിനുശേഷം മാത്രമേ ജി എഫ് സി എന്നിവയുടെ വിലകൾ കണ്ടുപിടിക്കാവൂ. പറഞ്ഞ മനസ്സിലായോ? ഇവിടെ ഒന്നും പ്രശ്നം. ഇവിടെ നോക്കി നമ്മള് തന്നിരിക്കുന്ന കണ്ടീഷൻ സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടപ്പോൾ എക്സ് സ്ക്വയറിന്റെ വൈ സ്ക്വയറിന്റെ കോഷൻ ഓൾറെഡി 1 ആണ് കേട്ടോ. 1 ആണെന്നില്ല, 1 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈക്വൽ ക്വാണ്ടിറ്റി ആയാലും മതി. പക്ഷെ ജി എഫ് സിയുടെ വിലകൾ കാണേണ്ട സാഹചര്യങ്ങളിൽ അവ 1 ആക്കിയതിനു ശേഷം മാത്രമേ ജി എഫ് സി ഒക്കെ കണ്ടുപിടിക്കാവുള്ളൂ എന്ന് മാത്രം. അപ്പൊ അതും കിട്ടി. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം. സെന്റർ 1/2, 1/4 ആണ് കേട്ടോ. 1/2, 1/4 ഭിന്നസംഖ്യയാണ്. ഞാനത് ചെയ്യാനുള്ള കാരണം ഭിന്നസംഖ്യ ആകുമ്പോഴും പലർക്കും സിംപ്ലിഫിക്കേഷൻ ഒക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്തേക്കാന്ന് വെച്ചത്. 1/2, 1/4 എച്ച് കയ്ക്ക് വരും 1/2, 1/4 ആണ് കേട്ടോ. റേഡിയസ് 1/2 ഉള്ളൂ. വളരെ ചെറിയൊരു പോയിന്റഡ് സർക്കിൾ ആണ്. റേഡിയസ് 1/2 എന്ന് മൈന്യൂട്ട് വളരെ ചെറുതായിരിക്കും അല്ലെ. വളരെ കുഞ്ഞു സർക്കിളാണ്. അതിന് സമവാക്യം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. സെന്ററും അറിയാം, റേഡിയസും അറിയാം. 1/2, 1/4 സെന്റർ ആയിട്ടുള്ളതും. ശരിക്കും ഈ സർക്കിൾ എവിടെ കിടക്കുന്ന? 1ാം ക്വാഡ്രന്റിലല്ലേ? അതെ, 1ാം ക്വാഡ്രന്റിലാണ്. 1/2, 1/4 ഒന്നാമത്തെ ക്വാഡ്രന്റ്, 2 പോസിറ്റീവ് അല്ലേ. പിന്നെ റേഡിയസ് 1/2. അപ്പൊ ഒന്നാമത്തെ ക്വാഡ്രന്റിൽ കിടക്കുന്ന വളരെ ചെറിയൊരു സർക്കിളാണ്. അതിന്റെ സമവാക്യം കാണാനാണ് ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് എഴുതാം? സെന്റർ എച്ച് കെ ഉണ്ട്, റേഡിയസ് 6 ഉണ്ട്. ഇക്വേഷൻ സർക്കിൾ എവിടെ എഴുതുന്നത്? അത് എടുത്തെഴുതുന്നുണ്ട്. എല്ലാ പ്രോബ്ലത്തും എഴുതി അങ്ങനെ ശീലിക്കുക നിങ്ങൾ. സമവാക്യം ശരി. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് പഠിച്ചോളൂ. എന്നിട്ട് ഞാൻ അവിടെ മുതൽ എഴുതുന്നുള്ളൂ. എന്ത് കിട്ടും?
എക്സ് മൈനസ് 1/2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1/4 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/12 അല്ല 1/12ന്റെ സ്ക്വയർ ആണ് ഇവിടെ റേഡിയസ് സ്ക്വയർ. ഇത് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് ആയി. ഇനി സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് ഇന്ന് കാണിക്കാം ഫിനിഷിംഗ് ആയതുകൊണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ രണ്ടും ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ അപ്പോൾ 2x മൈനസ് 1/2 ഹോൾ സ്ക്വയർ എഴുതാൻ പാടില്ലേ? ഞാൻ സിംപ്ലിഫൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം, അല്ലാത്തവർ ഇതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തേക്കണം പറഞ്ഞല്ലോ. ആദ്യമേ നമുക്ക് ഒറ്റ ഫിനിഷിംഗ് ആക്കാം. ക്രോസ് മൾട്ടിപ്ലൈ 2x മൈനസ് 1/2. അതുപോലെ ഇവിടെ എന്ത് എഴുതാം? 4y മൈനസ് 1/4 ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഈസിക്ക് 1/144 എന്ന് എഴുതാമല്ലോ. 1/12ന്റെ സ്ക്വയർ 1ന്റെ സ്ക്വയർ 12ന്റെ സ്ക്വയർ 144. വീണ്ടും ഇവിടെ താഴെ മോളിൽ സ്ക്വയർ ചെയ്തേയും 2x മൈനസ് 1 ഹോൾ സ്ക്വയർ a മൈനസ് ബി ഹോൾ സ്ക്വയർ താഴെ മോളിൽ സ്ക്വയർ ചെയ്യാം. a മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോർമുല വെച്ച് മുകളിൽ എക്സ്പാൻഡ് ചെയ്തേ. അപ്പൊ a സ്ക്വയർ 4x സ്ക്വയർ അല്ലെ, 2xന്റെ സ്ക്വയർ 4x സ്ക്വയർ അല്ലേ, മൈനസ് 2ab മൈനസ് 2x 2 × 2x × 1 മൈനസ് 4x പ്ലസ് 1 സ്ക്വയർ 1 ഹോൾ ഡിവൈഡ് ബൈ 2ന്റെ സ്ക്വയർ 4 ഉണ്ടോ. താഴെ മോളിൽ സ്ക്വയർ ചെയ്തു. ഇതുപോലെ ഇതേ സ്ക്വയർ ചെയ്ത് മുകളിലത്തെ സ്ക്വയർ 16y സ്ക്വയർ എന്നല്ലേ വരിക അല്ലെ, മൈനസ് 2ab മൈനസ് 8y പ്ലസ് 1/16 എന്ന് കിട്ടും. ശരിയാണല്ലോ. ഈസ് ഈക്വൽ ടു 144ന് മാറ്റമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ 4 16 144. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ഇടതുവശത്ത് ചെയ്യാം, പലതരത്തിൽ ചെയ്യാൻ കേട്ടോ. ആദ്യം ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ. അപ്പോൾ എന്ത് കിട്ടും? 16 × 4x സ്ക്വയർ മൈനസ് 4x പ്ലസ് 1 പ്ലസ് 4 അങ്ങോട്ട് വിളിക്കുക. 4 × 16y സ്ക്വയർ മൈനസ് 8y പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 4 × 16 എത്രയാ? 64 അല്ലേ. 16 × 4 64 ആണല്ലോ. ഈസ് ഈക്വൽ ടു 1/144 എന്ന് എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 16 അകത്തേക്ക് ഗുണിക്കുക, 4 അകത്തേക്ക് ഗുണിക്കുക. എന്നിട്ടോ ഈ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 16 × 4 64 എക്സ് സ്ക്വയർ മൈനസ് 64 എക്സ് പ്ലസ് 16 ഇതല്ലേ 16 അകത്തേക്ക് ഗുണിച്ചതാണ്. അതുപോലെ ഇവിടെ 4 അകത്തേക്ക് ഗുണിക്കുമ്പോൾ 64 വൈ സ്ക്വയർ മൈനസ് 32 വൈ പ്ലസ് 4 ഹോൾ ഡിവൈഡഡ് ബൈ 64 ഈസ് ഈക്വൽ ടു 1/144 എന്ന് കിട്ടും. 1/144 മനസ്സിലായില്ലേ? ഇനി എന്ത് ചെയ്യാന്നറിയോ? ഇനി വീണ്ടും നിങ്ങൾ ഇതാണ് കൂട്ടി എഴുതാം. 64x സ്ക്വയർ പ്ലസ് 64y സ്ക്വയർ പിന്നെ മൈനസ് 64x മൈനസ് 32y പിന്നെ 16 4 20 എന്ന് എഴുതാം. എന്നിട്ട് ഈ 144 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 64 അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരിക. മനസ്സിലായോ? എന്നിട്ട് ക്രമീകരിച്ച് എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് അതിന്റെ ഫൈനൽ ആൻസർ കിട്ടും. സിംപ്ലിഫിക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ, ബുദ്ധിമുട്ടുള്ളവർ ഇതുകൊണ്ട് ചെയ്യുക, പറ്റുന്നവർ ഇതുപോലെ ചെയ്യുക. ലഘൂകരിക്കാന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, നോട്ട്ബുക്കിൽ എഴുതിക്കോളാം. അത് മനസ്സിലാക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 4. ഇത് ഞാൻ ഹോംവർക്ക് വരികയാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യം. ചോദ്യം 4 ഹോംവർക്ക് വരുന്നു. ഇനി ചോദ്യം 5 ഉണ്ട്. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിലാണ് സമവാക്യങ്ങൾ കാണാൻ പറഞ്ഞിരുന്നത്. 3 ഞാൻ ചെയ്തു. 4 ഹോംവർക്ക് വരുന്നു. 5 കൂടി നോക്കിയോളൂ. സെന്റർ -a, -b ജനറൽ ആയിട്ട് -a, -b നമ്പറുകൾക്ക് വരെ അക്ഷരങ്ങളാണ്. -a, -b റേഡിയസ് √(a²- b² തന്നിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ അതുകൂടി ചെയ്തേക്കാം, അക്ഷരങ്ങളായതുകൊണ്ടോ. അപ്പൊ എന്താണ്? ആദ്യമേ നമ്മൾ സെന്റർ HK എന്നുള്ളത് -a, -b റേഡിയസ് 6 വഴുതി കൊടുക്കാം. ഇക്വേഷൻ സർക്കിൾ നമ്മൾ എഴുതി. ഞാൻ പറഞ്ഞത് എല്ലാത്തിലും ഇത് എഴുതിക്കണം. ഫോർമുല എഴുതാൻ മറക്കരുത്. എന്നിട്ട് ബാക്കി പറഞ്ഞോളൂ. x മൈനസ് h എന്നുള്ളത് മൈനസ് മൈനസ് എ അല്ലെ, x മൈനസ് മൈനസ് എക്സ് പ്ലസ് എന്ന് എഴുതാൻ നിങ്ങൾ എഴുതുമ്പോൾ x മൈനസ് മൈനസ് എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് മൈനസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു √(a² - b² ദ ഹോൾ സ്ക്വയർ. ഉണ്ടോ? ഇവിടെ ഇങ്ങനെ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. r എന്നുള്ള √(a² - b² ആണ്. അതിന്റെ ഹോൾ സ്ക്വയർ ആയിട്ട് എഴുതണം. r സ്ക്വയർ ആണ്. ഇത്ര എഴുതിയാലും മതിയായി. ഇനി എന്ത് എഴുതാം? ദാറ്റ് ഈസ് x പ്ലസ് എ ഹോൾ സ്ക്വയർ പ്ലസ് y പ്ലസ് ബി മൈനസ് മൈനസ് ബി എന്നുള്ള പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ഹോൾ റൂട്ട് ആണ്. റൂട്ടിനെ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോകുന്നത് നമ്മള് റാഡിക്കൽ ചിഹ്നത്തിന് സ്ക്വയർ ചെയ്യുമ്പോൾ റാഡിക്കൽ ചിഹ്നം പോകും. ബാക്കി വെറും a² - b² ഇടും. ഇനി എന്ത് ചെയ്യണം? സാധാരണ പോലെ a + b ഹോൾ സ്ക്വയർ ഫോർമുല വീഡിയോ ഇരിക്കുക, ഇവിടെ വീഡിയോ ഇരിക്കുക. എന്നിട്ട് ഈ 2 പദങ്ങൾ കൂടി ഇപ്പുറത്ത് തരും. കുറെ പദങ്ങൾ വെട്ടിപ്പോകും. അവസാനം നമുക്ക് ക്രമീകരിച്ച് ജനറൽ രൂപത്തിൽ വേണമെങ്കിൽ എഴുതാം. മനസ്സിലായോ? അപ്പൊ നമ്മളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളില് സർക്കിളിന്റെ സെന്ററും റേഡിയസും തന്നാൽ ഇക്വേഷൻ കാണുന്നത് സംബന്ധിച്ചുള്ള പ്രോബ്ലംസ് ആയിരുന്നു. ഇനി ക്വസ്റ്റ്യൻസ് 6 മുതൽ 9 വരെ ഫൈൻഡ് ദി സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദി സർക്കിൾസ് ആണ്.
നമ്മളിപ്പോ 1 മുതൽ 5 വരെ സെന്ററും റേഡിയസും ഇക്വേഷൻ കാണാനല്ലോ. ഇനി നേരെ തിരിച്ചാണ്, ഇക്വേഷൻ തന്നിട്ടുണ്ട്. ചോദ്യം 6 മുതൽ 9 വരെ സർക്കിൾസിന്റെ സമവാക്യം തന്നിട്ടുണ്ട്. എന്നിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ സെന്റർ കണ്ടുപിടിക്കാം. സെന്റർ h, റേഡിയസ് 6 കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നേരെ വിപരീതമാണ്, ഇക്വേഷൻ തന്നിട്ട് സെന്ററും റേഡിയസും കണ്ടുപിടിക്കാം. ചോദ്യം 6 നോക്കിയേ, x പ്ലസ് 5 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 3 ഹോൾ സ്ക്വയർ ഇക്വൽ 36. ഇത് നമ്മൾ ആദ്യം പഠിച്ച ഫോർമുലയുടെ രൂപത്തിലാണ്. എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ആർ സ്ക്വയർ എന്ന രൂപത്തിലാണ്. അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് മാറ്റാം. എന്നിട്ട് സെന്ററും റേഡിയസും കണ്ടാൽ മതി. അതുകൂടാതെ നമ്മൾ ജനറൽ ഇക്വേഷൻ തന്നാൽ, അല്ലെ 5 പദങ്ങളുള്ള ജനറൽ ഇക്വേഷൻ തന്നാൽ സെന്ററും റേഡിയസും കാണാൻ പഠിച്ചിട്ടായിരുന്നു. ഇത് നോക്കി, ഇത് ജനറൽ ഇക്വേഷൻ രൂപത്തിലല്ലോ. വേണമെങ്കിൽ ഇതിനെ ജനറൽ ഇക്വേഷന്റെ രൂപത്തിൽ അങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ടേ ഇതിനെ വിപുലീകരിച്ചിട്ട് ജനറൽ രൂപത്തിലാക്കിയിട്ട് അതിനേക്കാൾ നല്ലത് ഇവിടെ നമ്മൾ ആ ഫോർമുലയുടെ രൂപത്തിലേക്ക് മാറ്റുക. ഇതിനെ വേണമെങ്കിൽ ആദ്യം നമ്മൾ എടുത്തെഴുതുന്നു ആൻസർ ഷീറ്റിൽ, ഇത് അങ്ങോട്ട് എടുത്തെഴുതി. ചോദ്യം എന്താണ്? ഇതൊരു സർക്കിൾ ആണേ, അല്ലെ, ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കുക, സെന്ററിന്റെ 2 കോർഡിനേറ്റുകൾ കണ്ടുപിടിക്കുക, റേഡിയസ് കണ്ടുപിടിക്കുക, എച്ച് കെയും ആറും കണ്ടുപിടിക്കാന്നുള്ളതാണ്. അപ്പൊ ഇത് എടുത്തെഴുതി. ഇത് ജനറൽ ഇക്വേഷന്റെ രൂപത്തിലല്ല, അല്ലെ, ഫോർമുലയുടെ രൂപത്തിലാണ്. അപ്പോൾ കുറച്ചും കൂടി എളുപ്പം കണ്ടുപിടിക്കാം. അപ്പൊ ഇതിനെന്ത് എഴുതിയാൽ മതി? ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഇതിന് നമുക്ക് ഫോർമുലയിൽ എന്താ നടുക്ക് മൈനസ് വരണ്ടേ? ഫോർമുലയിൽ എക്സ് മൈനസ് എച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പം മൈനസ് കൊണ്ടുവരണം. അപ്പൊ ഈ പ്ലസിനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് മൈനസ് 5 ആക്കാൻ പാടില്ലേ? നോക്കിക്കേ, കണ്ടോ, പ്ലസ് ആണെങ്കിൽ നടുക്ക് പ്ലസ് ആണെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് മൈനസ് ആക്കണം. അപ്പൊ എന്താ, ഒരു മൈനസ് കൂടി ഇട്ടാൽ പോരെ? അപ്പൊ പ്ലസ് 2 മൈനസ് ആക്കി മാറ്റി. അപ്പൊ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ, എച്ച് എന്നുള്ള മൈനസ് 5 ആണെന്നേ ഉള്ളൂ. പ്ലസ് ഇവിടെ വൈ മൈനസ് കെ, ഇവിടെ ഓൾറെഡി 3 തന്നെയാണ്, മൈനസ് തന്നെയാണ് നടുക്ക്. അവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, നടുക്ക് മൈനസ് തന്നെയാണ്, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നടുക്ക് പ്ലസ് ആണെങ്കിൽ മാത്രം സ്പ്ലിറ്റ് ചെയ്താൽ മതി. ഈക്വൽ ടു 36 എന്നുള്ളതിന് 6 സ്ക്വയർ എഴുതാം, 6 സ്ക്വയർ, അല്ലെ, റേഡിയസ് സ്ക്വയർ. കാരണം നമ്മൾ ഫോർമുലയിൽ പഠിച്ചത് ഈക്വൽ ടു 6 സ്ക്വയർ എന്നല്ലേ. ഇവിടെ 36, അപ്പൊ അതിന് സ്ക്വയർ ആക്കി എഴുതുമ്പോൾ ഏതിന്റെ സ്ക്വയർ? 36, 6ന്റെ സ്ക്വയർ ആണ്, അല്ലെ, 36. അത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് ഇൻ ദ ഫോം എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ രൂപത്തിലാണ്. അതുകൊണ്ട് സെന്റർ കാണാൻ എളുപ്പമല്ലേ? ഇനി സെന്റർ ഈസ് ഈക്വൽ ടു -5 3 എച്ച് കെ അതിന്റെ റേഡിയസ് 6 എന്നുള്ളത് 6 ആണ്. ആർ സ്ക്വയർ ഈക്വൽ 6, അപ്പൊ 6 എന്നുള്ളത് 6 ആണ്. അല്ലെങ്കിൽ ആർ സ്ക്വയർ 36, 6 √ 36, 6 നൽകിയാലും മതി കേട്ടോ. ഇത്രേ ഉള്ളൂ. സെന്ററും റേഡിയസും കാണുക. പറഞ്ഞത് മനസ്സിലായി? ഇത് ഫോർമുലയുടെ രൂപത്തിലാക്കിയിട്ട് നമ്മൾ ചെയ്തതേ ഉള്ളൂ. ഇതായാലും എക്സ്പാൻഡഡ് രൂപത്തിലാണെങ്കിൽ വേറെ ഫോർമുല നമ്മുടെ എക്സ്പാൻഡഡ് രൂപത്തിലാണെങ്കിൽ ജനറൽ ഇക്വേഷന്റെ രൂപത്തിലാണെങ്കിൽ വേറെ ഫോർമുല ഉണ്ട്, മൈനസ് ജി എഫ് ഒക്കെ കണ്ടുപിടിച്ചിട്ടാണ്. ഇവിടെ അതിന് ആവശ്യമില്ല, ഇത് ഫോർമുലയുടെ രൂപത്തിലേക്ക് മാറ്റിയിട്ട് കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. രണ്ടാമത് ക്വസ്റ്റ്യൻ 7 നോക്കിക്കേ, സെന്ററും റേഡിയസും കാണാനുള്ള അടുത്ത സർക്കിൾ ഇതാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് e0 രൂപത്തിലല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x മൈനസ് 8y മൈനസ് 45 0. ഇത് ഫോർമുലയുടെ രൂപത്തിലല്ല, പിന്നെ ഇത് ഏത് രൂപത്തിലാണ്? ജനറൽ രൂപത്തിലാണ്. ജനറൽ രൂപത്തിലാണെങ്കിൽ സെന്ററും റേഡിയസും കാണാൻ ഫോർമുല നമ്മുടെ കൈവശം ഉണ്ട്. സെന്റർ കാണാനുള്ള ഫോർമുല -g, മൈനസ് ഒക്കെ ഉണ്ട്. അപ്പൊ ജി എഫ് കണ്ടുപിടിക്കണ്ടേ? ഞാൻ പറഞ്ഞു, കുറച്ച് വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. ജിയും എഫും കാണുന്നതിന് മുന്നോടിയായിട്ട് എന്താ ശ്രദ്ധിക്കേണ്ടത്? എക്സ് സ്ക്വയറിന്റെയും വൈ സ്ക്വയറിന്റെയും കോഎഫിഷ്യന്റ് ഒന്നാണോ എന്ന് പരിശോധിക്കണം. മനസ്സിലാവും? ഒന്നല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന കോഎഫിഷ്യന്റ് ഡിവൈഡ് ചെയ്ത് 1 ആക്കണം. ഇവിടെ ഓൾറെഡി 1 അല്ലേ, 1x സ്ക്വയർ 1y സ്ക്വയർ, പ്രശ്നമൊന്നുമില്ല, നേരെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഉടനെ ഇതിന് 2g എന്തായിരിക്കും? ജനറൽ ഇക്വേഷനുമായിട്ട് താരതമ്യം ചെയ്തേ. ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ജനറൽ ആയിട്ടുള്ള ഇക്വേഷനുമായിട്ട് താരതമ്യം ചെയ്യുക. അപ്പോൾ 2g, എക്സിന്റെ കോഎഫിഷ്യന്റിനെ അല്ലേ 2g എന്ന് ഡിനോട്ട് ചെയ്യാം, അല്ലെ, എക്സിന്റെ ഗുണോത്തരത്തെയാണ് 2g കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് -4 അല്ലേ, അപ്പോൾ 2g എന്നുള്ളത് -4 ആണ്. അതിൽ നിന്നും ജിയുടെ വില -4/2 -2 എന്ന് കിട്ടി. ജി കിട്ടിക്കഴിഞ്ഞു. ഇനി വൈയുടെ കോഎഫിഷ്യന്റിന് അല്ലെ 2f എന്ന് പറയുക. അപ്പൊ 2fന്റെ വില എത്രയാണ്? അവിടെ -8 ആണ്, അല്ലെ. അതുകൊണ്ട് എഫിന്റെ വില -8/2 = -4 എന്ന് കിട്ടി. ഇനി സി എന്ന് പറഞ്ഞാൽ എന്താ? കോൺസ്റ്റന്റ് ടേം, -45 അല്ലേ, ഈ മൈനസ് ഉൾപ്പെടെയാണ് കേട്ടോ, മൈനസ് കൂടി സിയുടെ വില. അപ്പൊ ജി കിട്ടി, എഫ് കിട്ടി, സി കിട്ടി. അതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. സെന്റർ കാണാൻ ഒരു ഫോർമുല നമ്മുടെ കൈവശമുണ്ട്. സെന്റർ എന്ന് പറയുന്നത് -g, -f, അല്ലെ. ദാറ്റ് ഈസ് ജി എന്ന് പറയുന്നത് -2 ആണ്. അപ്പൊ -g എന്ന് പറഞ്ഞാൽ -2 -f ആണ്. എഫ് എന്നുള്ള -4, -4 +4 കിട്ടും. അപ്പൊ ഇതിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ 2, 4 എന്ന പോയിന്റ് ആയിരിക്കും അർത്ഥം. 2, 4 ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. അതിന്റെ റേഡിയസ് 6 കാണാനുള്ള ഫോർമുല R = √(6
ജിയുടെ സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി എന്ന് മാത്രമേ ഒരാളെന്ന് ഞാൻ പറഞ്ഞു. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ജി സ്ക്വയർ. ജി എന്ന് പറയുന്നത് മൈനസ് 2, അപ്പൊ അതിന്റെ സ്ക്വയർ 4, -2ന്റെ സ്ക്വയർ 4 പ്ലസ് എഫ് സ്ക്വയർ, എഫ് എന്നുള്ള -4, അപ്പൊ അതിന്റെ സ്ക്വയർ എടുത്താൽ പ്ലസ് 16 മൈനസ് സി എന്ന് പറയുന്നത് -40, -45 വരും കേട്ടോ. മൈനസ് ഓൾറെഡി ഉണ്ട്, പിന്നെ സിയുടെ കാര്യം വീണ്ടും -45, -45 വരും. ദാറ്റ് ഈസ് എന്താണ് 20 40 റൂട്ട് 65 കിട്ടും. ശരിയല്ലേ? റൂട്ട് 65 20 പ്ലസ് 45 റൂട്ട് 65 അങ്ങനെ എഴുതിയാൽ മതി. അതിനെ കണക്ട് ചെയ്യാനൊന്നും വേണ്ട. റൂട്ട് 65 ഇത്രയേ ഉള്ളൂ. ഈ സർക്കിളിന്റെ സെന്ററും ഇതാണ്, റേഡിയസ് എന്നുള്ള റൂട്ട് 65 യൂണിറ്റ് ആണ്. അടുത്ത ചോദ്യം 8 ഇതുപോലെ തന്നെയാണ്, ഈ 7 പോലെ തന്നെയാണ്, അത് ഹോംവർക്ക് തരുന്നു. ചോദ്യം 9 ഇതുപോലെ തന്നെയാണെങ്കിൽ അത് എക്സ് സ്ക്വയറിനെയും വൈ സ്ക്വയറിനെയും കോഎഫിഷ്യന്റ് 1 അല്ല, അതുകൊണ്ട് ഞാൻ അതും കൂടി ചെയ്തെന്ന് മാത്രം. ഈ 2x സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ മൈനസ് x ഏതൊരു സർക്കിളിന്റെ സമവാക്യമാണ് അല്ലെ? ഇതിന്റെ സെന്ററും റേഡിയസും കാണാനാണ് ചോദ്യം. അപ്പോൾ അതിന്റെ ആൻസർ ചോദ്യം 9 പറഞ്ഞോളൂ. ആദ്യം എന്ത് ചെയ്യണം? ആദ്യം തന്നിരിക്കുന്ന ഇക്വേഷൻ എടുത്തെഴുതുന്നു. 2x സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ മൈനസ് x = 0. ഞാൻ പറഞ്ഞല്ലോ, ജനറൽ ഇക്വേഷൻ തരുമ്പോൾ എക്സ് സ്ക്വയറിന്റെയും വൈ സ്ക്വയറിന്റെയും കോഎഫിഷ്യൻസ് 1 ആണോ എന്ന് പരിശോധിക്കണം, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് 1 ആക്കണം. ഇവിടെ 1 അല്ല 2 അല്ലേ, ഈക്വൽ ആയിരിക്കണം. ഇവിടെ 2 ആണ്. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യാം? 2g × f എഴുതുന്നതിന് മുന്നോടിയായിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, മസ്റ്റ് ആണ്, അല്ലെ തെറ്റിപ്പോകും. അപ്പൊ ഡിവൈഡ് ബൈ 2. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മാത്രം കിട്ടും അല്ലെ? ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വൈ സ്ക്വയർ മാത്രം കിട്ടും. ഇവിടെ -1/2 ഇതല്ലേ വരുള്ളൂ ഇൻറ്റു എക്സ്. ശരിയല്ലേ? എക്സിന് കോയിന് -1 ഉണ്ടോ അവിടെ? ഡിവൈഡ് ചെയ്യുമ്പോൾ -1/2. പിന്നെ വൈ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 0y എന്നൊക്കെ എടുക്കണം. അത് എഴുതുന്ന കാര്യമൊന്നുമില്ല. ഈക്വൽ 0/2 എന്നത് 0. വൈയുടെ ടൈം ഇല്ലാത്തതുകൊണ്ട് അത് 0, വൈയുടെ കോയിന് 0 എന്ന് സങ്കല്പിച്ചാൽ മതി. കോൺസ്റ്റന്റ് ടൈം 0 ആണ്. അതുകൊണ്ട് 2gയുടെ വാല്യൂ ഇത് നമുക്ക് 2g എന്ന് പറയുന്ന എക്സിന്റെ കോഎഫിഷ്യന്റ് -1/2. 2gയുടെ സ്ഥാനത്ത് -1/2 ആണ്. 2gx ആണ്. 2gയുടെ സ്ഥാനത്ത് -1/2 ആണ്. അതുകൊണ്ട് ജിയുടെ വാല്യൂ -1/2 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -1/4 എന്ന് വരും. ഈ 2 കൊണ്ട് വരുമ്പോൾ -1/4 എന്ന് വരും. അതിന് 2fന്റെ വാല്യൂ 2f ഇല്ല, എക്സിന് വൈഡ് ടൈം ഇല്ലാത്തതുകൊണ്ട് 0. അതുകൊണ്ട് എഫിന്റെ വാല്യൂ 0/2 ദാറ്റ് ഈസ് 0 തന്നെ കിട്ടും. അതിന് സി എന്ന് പറയുന്നത് 0 അല്ലേ? കോൺസ്റ്റന്റ് ടൈം ഇല്ലെങ്കിൽ 0 എന്ന് എടുത്തോണം. അപ്പൊ GFC കിട്ടി. അതുകൊണ്ട് നമ്മളിവിടെ ചെയ്ത പോലെ തന്നെ സെന്റർ ഈസ് ഈക്വൽ ടു ഫോർമുല -g - f ഈസ് ഈക്വൽ ടു g എന്ന് പറഞ്ഞാൽ -1/4 ആണ്. അപ്പൊ -g എന്ന് പറഞ്ഞാൽ -1 -1/4 +1/4 മൈനസ് f 0 ആണ്. 0യുടെ 0ക്ക് ചിഹ്നം 0 -1 കൊടുത്താൽ 0 ആണോ? 0ക്ക് ചിഹ്നമില്ല, 0 എന്നിട്ടാൽ മതി. 1/4, 0 ആണ്. ഇത് നമുക്കറിയാം എക്സ് ആക്സിലെ പോയിന്റ് ആണ് അല്ലേ? y കോർഡിനേറ്റ് 0 എക്സ് ആക്സിലെ ഒരു പോയിന്റ്. ഇതിന്റെ റേഡിയസ് എത്രയാന്ന് പറഞ്ഞോളൂ. റേഡിയസ് കാണാനുള്ള ഫോർമുല √g² + f² - c ദാറ്റ് ഈസ് √g യുടെ സ്ക്വയർ -1/4 സ്ക്വയർ 1/16. ശരിയാണല്ലോ? g² ആണ്. -1/4 സ്ക്വയർ ചെയ്താൽ +1/16 പ്ലസ് f², 0² 0 തന്നെ, -0, സിയുടെ വാല്യൂ 0. അപ്പോൾ √1/16 കിട്ടും. ദാറ്റ് ഈസ് √1/16. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 1/4 യൂണിറ്റ്സ് എന്ന് കിട്ടും. റേഡിയസ് അത് 1/4 യൂണിറ്റ് ആണ്. ചെറിയൊരു സർക്കിൾ ആണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ചെയ്തതാണ്, ഇതുവരെ ചെയ്തതാണ് ആദ്യം 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ സെന്ററും റേഡിയസും തന്നിട്ട് ഇക്വേഷൻ കാണാൻ പഠിച്ചു. 6 മുതലുള്ള ചോദ്യങ്ങളിൽ നമ്മളെന്താണ് ഇക്വേഷൻ തന്നിട്ട് അതിൽ നിന്ന് നേരെ തിരിച്ച് സെന്ററും റേഡിയസും കാണാനും പഠിച്ചു. ചോദ്യം 11 ശ്രദ്ധിച്ച്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നേരത്തെ ചോദിച്ചുകൊണ്ടിരുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ വർഷത്തെ സാഹചര്യത്തിൽ ചോദിക്കണമെന്നില്ല. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ. ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ ആണ്. പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് 4, 1 and 6, 5. 4, 1, 6, 5 ഈ 2 പോയിന്റുകളിലൂടെ കടന്നു പോകണം. നമ്മൾ ഇതുവരെ പഠിച്ചില്ല അങ്ങനെ. നമ്മൾ പഠിച്ചിരുന്നത് സെന്ററും റേഡിയസും എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ കാണാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. 4, 1, 6, 5 ഇത് രണ്ടും ഒന്നാം ക്വാഡ്രന്റിലെ 2 പോയിന്റുകളില്ലേ? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. ചിന്തിച്ചാൽ മതിയോ? ഇത് രണ്ടും കണ്ട് കാണാൻ പറയാ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഈ 2 പോയിന്റുകളിലൂടെ കടന്നു പോകുന്ന ഒരു സർക്കിൾ ആയിരിക്കും. അതായത് ഈ 2 പോയിന്റുകൾ സർക്കിളിന്റെ സർക്കംഫറൻസിൽ കിടക്കുന്ന 2 പോയിന്റുകളാണെന്ന്. പിന്നെ ആൻഡ് ഹൂസ് സെന്റർ, ആ സർക്കിളിന്റെ സെന്റർ ഉണ്ടല്ലോ, ഈസ് ഓൺ ദ ലൈൻ 4x + y = 16. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് പറയാം. ഈ ലൈൻമേലും ആയിരിക്കണം ആ സർക്കിളിന്റെ സെന്റർ. അപ്പൊ ഇത് 2 അധ്യായങ്ങൾ കൂടി ലിങ്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. ഏതായത് സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്റർ വരുന്നത്, സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ വരുന്നുണ്ട്, സർക്കിൾ വരുന്നത്, 2 കൂടി ചേർത്ത് കൊണ്ടുള്ള ചോദ്യമാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് നമ്മൾ ആദ്യമേ ഇതിനെപ്പറ്റി ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കി എടുക്കുക, നമ്മുടെ മനസ്സിൽ ഒരു ആശയം ഉണ്ടാക്കി എടുക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലത്. സെന്ററും റേഡിയസും കാണാൻ തന്നാൽ ഇത്തവണയൊക്കെ അങ്ങനെയൊക്കെ വരുവോളായിരിക്കാം. എങ്കിലും നിങ്ങൾ പഠിക്കുക. നേരത്തെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇത്.
ഞാൻ ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പടം വരയ്ക്കണം. ഞാൻ പറഞ്ഞ പടത്തിന്റെ ആവശ്യമില്ല. ഇപ്പം 2 സർക്കിൾസ് പിന്നെ കൂടാതെ റഫായിട്ട് ഞാൻ വരയ്ക്കണമെന്നുള്ളൂ. ഇതിപ്പം എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഈ സർക്കിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 4 ഇതൊന്നും അല്ല കേട്ടോ. ഇത് റഫായിട്ട് ഞാൻ വരയ്ക്കണമെന്നേ ഉള്ളൂ, ഇങ്ങനെയൊന്നും അല്ല. 4, 1, 6, 5 2 പോയിന്റുകളിലൂടെ കടന്നു പോകുന്നതാണ് കേട്ടോ. കൂടാതെ ആ സർക്കിളിലെ സെന്റർ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെയാണ്, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം. എനിക്കറിയില്ല, ചിലപ്പം നമ്മൾ വരച്ച് നോക്കുന്നില്ലോ, റഫായിട്ട് വരച്ചതേ ഉള്ളൂ. 4x + y = 16 എന്ന് കരുതുക. അപ്പം ഈ സർക്കിളിന്റെ സമവാക്യം കാണാനാണ്. ഈ 2 പോയിന്റുകളിലൂടെ കടന്നു പോകണം. ഈ സർക്കിളിന്റെ സെന്റർ എന്നുണ്ടല്ലോ ഈ ലൈൻ വേവ് ആയിരുന്നു. അങ്ങനെയുള്ള സർക്കിളിന്റെ സമവാക്യം കണ്ടുപിടിക്കുക. ചോദ്യം മനസ്സിലായില്ല എല്ലാവർക്കും? ഈ 2 പോയിന്റുകളിലൂടെ കടന്നു പോകുന്നതും സർക്കിൾ ഈ തന്നിരിക്കുന്ന ലൈൻ വേവ് സ്ഥിതി ചെയ്യുന്നതുമായ സർക്കിളിന്റെ സമവാക്യം കണ്ടുപിടിക്കുക. ഡയറക്റ്റ് ഫോർമുല ഇല്ല ഏതായാലും, മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലുണ്ടല്ലോ. ഇപ്പൊ ഒന്നിലധികം പോയിന്റ് തന്നിട്ട്, ഒന്നിലധികം പോയിന്റുകൾ തന്നിട്ട്, ചിലപ്പോൾ 2 പോയിന്റുകൾ അല്ലെങ്കിൽ 3 പോയിന്റുകളിലൂടെ കടന്നു പോകുന്ന സർക്കിളിലേക്ക് സമവാക്യം കാണാനൊക്കെ ചോദിക്കാം. ഇവിടെ ഒന്നിലധികം, ഇവിടെ 2 പോയിന്റുകളില്ലേ? അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലുണ്ടല്ലോ നമ്മൾ ആലോചിക്കാൻ നിൽക്കണ്ട. നമ്മുടെ റിക്വയർഡ് സർക്കിൾ കണ്ടുപിടിക്കേണ്ടതായ സർക്കിൾ ജനറൽ ഇക്വേഷൻ ഉണ്ടല്ലോ, അതാണെന്ന് ഇരിക്കട്ടെ എന്ന് സങ്കല്പിക്കണം. ജനറൽ ഇക്വേഷൻ പറയുമ്പോൾ അതിനകത്ത് 3 അൺനോൺസ് കിടപ്പുണ്ട്. അറിയാം, ജി ഉണ്ട്, എഫ് ഉണ്ട്, സി ഉണ്ട്. എന്തായാലും ഉണ്ടല്ലോ 2ലധികം പോയിന്റുകൾ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, 2 അതിലധികമോ അല്ലെങ്കിൽ 1ലധികം അല്ലെങ്കിൽ 2 അതിലധികമോ പോയിന്റുകൾ തന്നിട്ട് അവയിലൂടെ കടന്നു പോകുന്ന സർക്കിളിന്റെ സമവാക്യം കാണാൻ ചോദിച്ചാൽ ആലോചിച്ച് നിൽക്കാതെ എന്തെഴുതി വെക്കണം? ലെറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ റിക്വയർഡ് സർക്കിൾ ബി. എങ്ങനെ എഴുതാം? ആൻസറിന്റെ തുടക്കം ലെറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ റിക്വയർഡ് സർക്കിൾ, അത് എഴുതണം. ലെറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ റിക്വയർഡ് സർക്കിൾ ബി x² + y² + 2gx + 2fy + c = 0. ഇക്വേഷൻ നമ്പർ 1 എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഇന്നിരിക്കട്ടെ, ഇക്വേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ഇത്ര എഴുതിയാൽ 1 മാർക്ക് കൂടെ കിട്ടും. മനസ്സിലായോ? ഒന്നിലധികം പോയിന്റുകളിലൂടെ കടന്നു പോകുന്ന, ചിലപ്പോൾ 2 പോയിന്റുകളിലൂടെ, 2 പോയിന്റുണ്ട്, പിന്നെ അല്ലെങ്കിൽ 3 പോയിന്റുകളിലൂടെ കടന്നു പോകുന്ന സർക്കിൾ ഇക്വേഷൻ കാണാൻ ചോദിച്ചാൽ ആദ്യമേ എഴുതേണ്ട സ്റ്റെപ്പ് ഇതാണ്. എന്താണ് എഴുതേണ്ടത്? ലെറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ റിക്വയർഡ് സർക്കിൾ ബി x² + y² + 2gx + 2fy + 6. ഇത് ജനറൽ ഇക്വേഷൻ ആണ് കേട്ടോ. ഇവിടെ ജിയും എഫും സിയും കണ്ടുപിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആവും. അപ്പൊ നമ്മുടെ ലക്ഷ്യം ഈ ജി, എഫ്, സി എന്നിവയുടെ വിലകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. തന്നിരിക്കുന്ന കണ്ടീഷൻ ഉപയോഗിച്ച് ജിയുടെ, എഫിലെ, സിയുടെ വിലകൾ കണ്ടുപിടിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ജിയിലും എഫിലും സിയിലുള്ള സമവാക്യങ്ങൾ രൂപീകരിക്കണം. എങ്കിലല്ലേ സോൾവ് ചെയ്ത് ജി, എഫ്, സി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മുടെ ലക്ഷ്യം ജിയിലും എഫിലും സിയിലുള്ള സമവാക്യങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇനി നമുക്ക് ഓരോന്നായിട്ട് തന്നിരിക്കുന്ന കണ്ടീഷൻസ് ഓരോന്നായിട്ട് അപ്ലൈ ചെയ്യാം. ആദ്യത്തെ കണ്ടീഷൻ എന്താ? ഇറ്റ് ഇതാണോ ഈ സർക്കിൾ? ഇതാണ് നമ്മുടെ റിക്വയർഡ് സർക്കിൾ ആണ് കേട്ടോ. അവസാനം കിട്ടേണ്ട സർക്കിൾ ഇതാ. ഇറ്റ് passes through the points 4, 1 and 6. ഒരുമിച്ചോണ്ട് എഴുതി കേട്ടോ. 4, 1 എഴുതിയിട്ട് അങ്ങനെ ഞാൻ 2 ഒരുമിച്ചില്ല. ഈ സർക്കിൾ passes through the points 4, 1 and 6. ഞാൻ ഇന്ന് തന്നെ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞു, ഇനി മിക്കവാറും എല്ലാ പ്രോബ്ലത്തിലും വരുമെന്ന് ഞാൻ പറഞ്ഞതാണ്. ഈ സർക്കിൾ, ഇത് സർക്കിളിന്റെ സമവാക്യമാണ്. ഈ സർക്കിൾ ഈ 2 പോയിന്റുകളിലൂടെയും കടന്നു പോകുന്നു, അല്ലെങ്കിൽ ഈ 2 പോയിന്റുകളും ഈ സർക്കിളിന്മേൽ സ്ഥിതി ചെയ്യുന്ന പോയിന്റുകളാണ്. അതിന്റെ അർത്ഥം എന്താ? ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഇതിനകത്ത് എക്സിന്റെ വൈയുടെ സ്ഥാനത്ത് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യമേ 4, 1 കൊടുക്കാം. എക്സിന്റെ സ്ഥാനത്ത് 4ഉം വൈയുടെ സ്ഥാനത്ത് 1 കൊടുക്കാം. അപ്പൊ ഒരു സമവാക്യം കിട്ടിയില്ലേ? അത് സമവാക്യം 1. പിന്നെ എക്സിന്റെ സ്ഥാനത്ത് 6 കൊടുക്കാം, വൈയുടെ സ്ഥാനത്ത് 5 കൊടുക്കാം. വേറൊരു സമവാക്യം 2 കിട്ടും. അപ്പൊ നമുക്ക് കൊടുക്കാം ഇറ്റ് passes through the points 4, 1 and 6. കുത്ത്, ഫുൾ സ്റ്റോപ്പ്. അതുകൊണ്ട് ആദ്യമേ നമുക്ക് 4, 1 കൊടുക്കാം. ഞാൻ 2 ഒരുമിച്ചിട്ട് ആദ്യമേ 4, 1 കൊടുക്കാം. അപ്പോൾ 4² വേണമെങ്കിൽ മനസ്സിലാവും. ആദ്യത്തെ ചോദ്യം 4² മുഴുവൻ എഴുതിയേക്കാം. 16 എഴുതിയാൽ മതി. കുറച്ച് മനസ്സിലാക്കാം. ഡയറക്റ്റ് 4 കൊടുത്താൽ 4² 16 എഴുതിയാൽ മതിയാകും. ഇത് മനസ്സിലാകാൻ വേണ്ടി 4² + 1² + 2g × 4 2gx + 2f × 1 ആണ് + c അത് = 0. അതിന് ലഘൂകരിച്ചാൽ 4² 16 + 1² 1 + 8g 2g × 4 8g + 2f × 1 2f + c = 0. ഇറ്റ് ഇംപ്ലൈസ് നമുക്കൊരു ഈ കോൺസ്റ്റന്റ് വലതുവശത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് കിട്ടും? 8g + 2f + c = 16 + 1 17 അല്ലേ? അത് നമ്മൾ -17. ഇക്വേഷൻ നമ്പർ 1. ജിയിലും എഫിലും സിയിലുമുള്ള ഒരു സമവാക്യം കിട്ടി. നമ്മളിത് 10ാം ക്ലാസ് വരെ പഠിച്ചിരുന്ന 2 വേരിയബിൾസ് ഉള്ള സമവാക്യം പഠിച്ചു. ഇവിടെ 3 വേരിയബിൾസ് ജി ഉണ്ട്, എഫ് ഉണ്ട്, സി ഉണ്ട്. പ്രശ്നമില്ല, നമുക്ക് മാറ്റിത്തരാം. ആദ്യമേ ഇങ്ങനെ ഇരിക്കട്ടെ.
ഇനി എന്ത് ചെയ്യണം? ആൻഡ്. അപ്പൊ ആദ്യം ഉണ്ടായി പാസ് 4 1 6 5 എന്നല്ല ഇവിടെ എഴുതിയിരുന്ന 4 1 നമ്മൾ കൊടുത്തപ്പോൾ കിട്ടിയ സമവാക്യമാണ്. ഇനി 6 5 കൊടുത്തത് ഇതുപോലെ തന്നെ അതാണ് ആൻഡ് തന്നെ. ആൻഡ് ഇനി 6 5 കൊടുത്തത് ഇതിനകത്ത് 6 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ പ്ലസ് 2g into 6 plus 2f into 5 plus c equal to 0. It implies that 36 plus 25 plus 12g plus 10f plus c equal to 0. മുകളിലത്തെ പോലെ എന്ത് കിട്ടും? ക്രമീകരിച്ച് എഴുതിയാൽ 12g plus 10f plus c equal to ഇത് രണ്ടും കൂട്ടിയാൽ കിട്ടും 61 അല്ലെ മൈനസ് 61. ശരിയല്ലേ? പ്ലസ് 61 സമത്തിന് അപ്പുറം മൈനസ് 61 സമവാക്യം 2. അപ്പൊ നമുക്ക് ജിയിലും എഫിലും സിയിലുള്ള 2 സമവാക്യങ്ങൾ കിട്ടിയേ. തീർന്നില്ല. ചോദ്യത്തിൽ എത്ര കണ്ടീഷൻസ് ഉണ്ടോ അതെല്ലാം അപ്ലൈ ചെയ്യണം, എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം. ഇപ്പൊ നമ്മൾ 2 കണ്ടീഷൻസ് അപ്ലൈ ചെയ്തു. ആദ്യത്തെ 2 പോയിന്റുകൾ ഇവിടെ കടന്നു പോകും. അപ്പൊ 2 ഇക്വേഷൻ കിട്ടിയേ. ഇനി ഒരു കണ്ടീഷൻ കൊണ്ട് മിച്ചം കിടപ്പുണ്ട്. അത് തന്നെയുമല്ല, ഓർത്തോളുക, 2 വേരിയബിൾസ് കാണണമെങ്കിൽ 2 ഇക്വേഷൻസ് വേണം. 3 അൺനോൺസ് കാണണമെങ്കിൽ 3 ഇക്വേഷൻസ് മസ്റ്റ് ആണ്. ഇവിടെ 3 ഉണ്ടല്ലേ, ജി ഉണ്ട്, എഫ് ഉണ്ട്, സി ഉണ്ട്. അപ്പൊ 3 ഇക്വേഷൻസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതാണ് ചോദിക്കുക. അപ്പൊ 4 അൺനോൺസ് കാണണമെങ്കിൽ 4 ഇക്വേഷൻസ് വേണം. അതാണ് അതിന്റെ റൂള് കേട്ടോ. ഇപ്പൊ 2 വേരിയബിൾസേ 2 അൺനോൺസേ കാണാനുള്ളെങ്കിൽ 2 ഇക്വേഷൻസ് ധാരാളം മതി. 3 അൺനോൺസ് കാണാനുണ്ടെങ്കിൽ 3 ഇക്വേഷൻ വേണം. നമുക്ക് 2 കിട്ടിയുള്ളൂ. ജി എഫ് സി 3 ഉണ്ട്, 2 ഇക്വേഷൻ കിട്ടിയുള്ളൂ. അപ്പൊ ചോദ്യം വായിച്ചാൽ ഇനിയും കണ്ടീഷൻ കിടപ്പുണ്ട്, മിച്ചം കിടപ്പുണ്ട്. ആ സർക്കിളിന്റെ മറ്റൊരു പ്രത്യേകത എന്താ? ഇതാണ് നമ്മുടെ റിക്വയർഡ് സർക്കിൾ കേട്ടോ. ഇതിന്റെ സെന്റർ എന്താ? ഈ സർക്കിളിന്റെ സെന്റർ എന്താ? മൈനസ് ജി കോമ മൈനസ് എഫ്. അത് ഞാൻ പഠിപ്പിച്ചു. ഈ സർക്കിളിന്റെ സെന്റർ ജനറൽ ആയിട്ട് പറഞ്ഞാൽ മൈനസ് ജി കോമ മൈനസ് എഫ് ആണ്. അതിന് പ്രത്യേകത ഇറ്റ്സ് സെന്റർ ലൈസ് ഓൺ ദിസ് ലൈൻ. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടിയത് ഇതിന്റെ സെന്റർ ആയ മൈനസ് ജി കോമ മൈനസ് എഫ് ഈ ലൈൻമേൽ കിടക്കുന്നു എന്ന് പറയാം. എക്സിന്റെ സ്ഥാനത്ത് മൈനസ് ജിയും കൊടുക്കാം, വൈയുടെ സ്ഥാനത്ത് മൈനസ് എഫും കൊടുക്കാം. അപ്പൊ നമുക്ക് ജിയിൽ എഫിലുള്ള ഒരു വേറൊരു ഇക്വേഷൻ കിട്ടും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ദ സെന്റർ, ഇതിന്റെ സർക്കിളിന്റെ സെന്റർ ആണ് ഇവിടെ. സെന്റർ മൈനസ് ജി കോമ മൈനസ് എഫ്. ഈ സർക്കിളിന്റെ സെന്റർ ആയ മൈനസ് ജി മൈനസ് എഫ് ലൈസ് ഓൺ ദ, എവിടെ എടുക്കുക? ഓൺ ദ ഗിവൺ ലൈൻ എഴുതാൻ മതി. ഓൺ ദ ലൈൻ ഇക്വേഷൻ മുഴുവൻ എഴുതാം. ഓൺ ദ ഗിവൺ ലൈൻ എഴുതാം. ഗിവൺ ലൈൻ തന്നിരിക്കുന്ന ലൈനിൽ കിടക്കുന്നു. അതുകൊണ്ട് മൈനസ് ജി മൈനസ് 4 ഇതാണ് നമ്മുടെ ലൈൻ. 4 into മൈനസ് ജി പ്ലസ് വൈ ആണ് അല്ലെ. വൈ എന്ന് പറഞ്ഞാൽ മൈനസ് എഫ് ആണ്, equal to 16. അപ്പോൾ it implies that minus 4g, 4 into minus g minus 4g minus f is equal to 16. ഇക്വേഷൻ നമ്പർ 3, സമവാക്യം 3. അപ്പൊ നോക്കി 3 സമവാക്യങ്ങൾ കിട്ടി. അപ്പൊ മെയിൻ സ്റ്റെപ്പുകൾ കഴിഞ്ഞ് ഇനി നമുക്ക് സോൾവ് ചെയ്ത് ഏതെങ്കിലും വിധേയന ജി എഫ് സി കണ്ടുപിടിക്കാന്നുള്ളതാണ്. ഇക്വേഷൻസ് ആയി കഴിഞ്ഞു. ഇക്വേഷൻ നമ്പർ 1 2 3. പക്ഷെ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള 2 വേരിയബിൾസും 2 ഇക്വേഷൻസും സോൾവ് ചെയ്യാനേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ അല്ലെ. ഇവിടെ പക്ഷെ 3 എണ്ണം വന്നു കഴിഞ്ഞു. അപ്പൊ എന്ത് ചെയ്യണം? അതായത് നമ്മൾ പഠിച്ച മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതലൊന്നും പഠിച്ചിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ ഇക്വേഷൻസ് കൂട്ടിയോ കുറച്ചൊക്കെ ഏതെങ്കിലും ഒരു വേരിയബിൾ ഇല്ലാതാക്കി കളയാം. ഏതെങ്കിലും ഒന്നുകിൽ ജി അല്ലെങ്കിൽ എഫ് അല്ലെങ്കിൽ സി എലിമിനേറ്റ് ചെയ്ത് കളയാം. ഏതെങ്കിലും 2 ഇക്വേഷൻസ് കൂട്ടിയോ കുറച്ചൊക്കെ. നോക്കി ഇക്വേഷൻ നമ്പർ 1 2 കൂടി നോക്കിയേ. ഈ സമവാക്യം 1 നിന്ന് സമവാക്യം 2 കുറച്ച് സി വെട്ടിപ്പോക്കുക, സി 0 ആയി പോകുക. ഇവിടെ സി ആ, ഇവിടെ സി ആ പോയിട്ടുണ്ട്. ഇത് കുറച്ച് സമവാക്യം 1 നിന്ന് സമവാക്യം 2 കുറച്ചാൽ സി 0 ആയി പോകല്ലേ. സി ഇല്ലാത്തൊരു ഇക്വേഷൻ കിട്ടിയതേ. ആ കിട്ടുന്ന പുതിയ ഇക്വേഷൻ സമവാക്യം 4 കൊടുക്കാം. എന്നിട്ട് 3ാമത്തെ ഇക്വേഷൻ സി ഇല്ലല്ലോ, അത് അങ്ങനെ തന്നെ ഉണ്ട്. ഈ പുതിയതായിട്ട് കിട്ടുന്ന ഇക്വേഷൻ 3 കൂടി സോൾവ് ചെയ്താൽ ജിയും എഫും കണ്ടുപിടിക്കാൻ പാടില്ലേ. കണ്ടോ? 2 വേരിയബിൾസ് ഉള്ള ഇക്വേഷൻ കിട്ടിയാൽ നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം. അപ്പൊ എന്ത് ചെയ്യണം? സമവാക്യം 1 നിന്ന് സമവാക്യം 2 കുറച്ച് സി ഇല്ലാത്ത പുതിയൊരു ജിയും എഫിലുള്ള ഒരു ഇക്വേഷൻ കൂടി ഉണ്ടാക്കുക. അത് സമവാക്യം 4 കൊടുക്കുക. ആ 4ഉം ഈ കിട്ടിയിരിക്കുന്ന 3ഉം കൂടി സോൾവ് ചെയ്ത് ജി എഫ് കണ്ടുപിടിക്കാം. ജി എഫ് കിട്ടിയാൽ പിന്നെ എന്താ? ജിയുടെ എഫിന്റെ വില ഈ 1ലോ 2ലോ ഏതെങ്കിലും ഒന്നിക്കൂടെ സി കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ ജി എഫ് സി കിട്ടിക്കഴിഞ്ഞാൽ അവസാനം ഇതിനകത്തോട് കൊടുത്താൽ ഫൈനൽ ആൻസർ ആയില്ലേ. ഇതാണ് ഇനി ചെയ്യാനുള്ളത്. ഇച്ചിരി സമയമെടുക്കും. നമുക്ക് ഇനി എന്ത് എഴുതാം? സോൾവ് ചെയ്ത് കാണിച്ചാൽ ഇത് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കാം. പിന്നെ നമ്മുടെ ലക്ഷ്യം സി ഇല്ലാതാക്കാം. ഇക്വേഷൻ നമ്പർ 1 നിന്ന് ഇക്വേഷൻ നമ്പർ 2 കുറയ്ക്കാം. സമവാക്യം 1 മൈനസ് സമവാക്യം 2 ഗീവ്സ്. ഇങ്ങനെ എഴുതുന്ന ഷോർട്ട് ഫോം ആണ്. ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2 ഗീവ്സ് എന്നുള്ള ആരോ മാർക്ക് ഗീവ്സ് എന്നുള്ള ഷോർട്ട് ഫോം ആണ്. പറഞ്ഞോളൂ, ശ്രദ്ധിച്ചു പറയണ്ട. സമവാക്യം 1 നിന്ന് സമവാക്യം 2 കുറച്ചാൽ 8g നിന്നും 12g കുറച്ചാൽ മൈനസ് 4g. തെറ്റാതെ ജിയിൽ നിന്നും ജിയുടെ കുറയ്ക്കാം. 8g മൈനസ് 12g മൈനസ് 4g. ഇനി 2f മൈനസ് 10f എത്ര കിട്ടും? മൈനസ് 8f അല്ലെ. 2f നിന്ന് 10f കുറച്ചാൽ മൈനസ് 8f. സി മൈനസ് സി 0. അതായത് നമ്മുടെ ലക്ഷ്യം സി ഇല്ലാതാക്കി കളയാം. റൈറ്റ് സൈഡിൽ നിന്ന് കിട്ടും
-17 -61. അപ്പൊ എന്നിട്ട് -17 + 61. -17 മൈനസ് ആണ്, കുറയ്ക്കാണ്. അപ്പൊ -61 -17 + 61. അപ്പൊ അതിന് എന്ത് കിട്ടും? വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും? 44 എന്ന് കിട്ടും. 44. ഇക്വേഷൻ നമ്പർ, പുതിയ ഇക്വേഷൻ എന്ത് കൊടുക്കാം? നമുക്ക് സമവാക്യം 4 എന്ന് പേര് കൊടുക്കാം. സമവാക്യം 4 ഞാൻ പേര് കൊടുത്തേ. ഇനി സമവാക്യം 3 ഒന്നും കൂടി ഞാൻ എടുത്തെഴുതുകയാണ് കേട്ടോ. ഇതിന്റെ ചോട്ടിൽ എഴുതുകയാണ്. -4g - f = 16. ഇക്വേഷൻ നമ്പർ 3 ഒന്നും കൂടി എടുത്തെഴുതുന്നുള്ളൂ. ഈ കാണുന്ന ഒന്നും കൂടി താഴെ എഴുതുന്നുള്ളേ. നോക്കിക്ക് ഇതിന് സോൾവ് ചെയ്യാൻ പാടില്ല. 10ാം ക്ലാസ് പഠിച്ച മെത്തേഡ് ഉപയോഗിച്ച് ജിയുടെ കോഎഫിഷ്യൻസ് രണ്ട് സെയിം അല്ലേ. അപ്പൊ പിന്നെ നീ ഗുണിക്കേണ്ട കാര്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഓൾറെഡി ജിയുടെ കോഎഫിഷ്യൻസ് തുല്യമല്ലേ. കുറച്ച് കഴിഞ്ഞാൽ ജി ഇല്ലാതായി പൊക്കോളും. അപ്പോൾ സമവാക്യം 4ൽ നിന്ന് സമവാക്യം 3 കുറച്ചാൽ എന്ത് കിട്ടും? ഗിവ്സ് കുറച്ചാൽ 0. -8f മൈനസ് കുറയ്ക്കുക. -8f മൈനസ് അപ്പൊ എത്ര? -7f എന്ന് വരും. ശരിയല്ലേ? -8f മൈനസ് പ്ലസ്. അപ്പം -7f. 44 - 16 എത്ര കിട്ടും? 28 എന്ന് കിട്ടും. 44 ന്ന് 16 പോയാൽ 28 അല്ലേ. അതുകൊണ്ട് എഫിന്റെ വില എത്ര കിട്ടും? 28 - 7 ഈസ് ഈക്വൽ ടു -4. അപ്പൊ എഫിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണം? എഫിന്റെ വാല്യൂ ഈ രണ്ട് സമവാക്യങ്ങൾ ഏതെങ്കിലും ഒന്നി കൊടുത്ത് നമുക്ക് എന്താ ജി കണ്ടുപിടിക്കാൻ പാടില്ലേ? ജി കണ്ടുപിടിക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? ജിയുടെയും എഫിന്റെയും വിലകൾ എന്ത് ചെയ്യണം? ഈ സമവാക്യം 1 അല്ലെങ്കിൽ 2 ഏതെങ്കിലും കൊടുത്ത് സി കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ ജി ആദ്യം തന്നെ എഫ് കിട്ടിയ പിന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ജി കണ്ടുപിടിക്കാം. ഇത് രണ്ടും കൂടി സമവാക്യം 1 അല്ലെങ്കിൽ 2 കൊടുത്ത് സി കണ്ടുപിടിക്കാം. കാൽക്കുലേഷൻ ഞാൻ നോട്ട്ബുക്കിൽ എഴുതിക്കോളാം. അവസാനം എന്ത് ചെയ്യണം? therefore ഏറ്റവും അവസാനം എന്താ എഴുതേണ്ടത്? ഇക്വേഷൻ ഓഫ് ദ റിക്വയർഡ് സർക്കിൾ ഈസ് എന്ന് പറഞ്ഞിട്ട് ഇത് എഴുതിയിട്ട് ഇതിനകത്ത് ജിയുടെയും എഫിന്റെയും സിയുടെയും സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഫൈനൽ ആൻസർ കിട്ടും. ഇത് എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല, പഠിക്കുവാനായിട്ട് പറ്റുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. അല്ലാത്തൊരു ആദ്യത്തെ 8 വരെയുള്ള ചോദ്യങ്ങൾ പഠിച്ചാൽ മതിയാകും. ഇത് പറ്റുന്നവർ മാത്രം ഇത് പഠിക്കും. ചോദ്യം 12 ശ്രദ്ധിക്കാം. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ വിത്ത് റേഡിയസ് 5. റേഡിയസ് തന്നിട്ടുണ്ട് 5 യൂണിറ്റ് കേട്ടോ. ആൻഡ് ഹൂ സെന്റർ, ആ സർക്കിളിന്റെ സെന്റർ ലൈസ് ഓൺ ദി എക്സ് ആക്സിസ്. സെന്റർ എക്സ് ആക്സിസിന്മേലാണ് കിടക്കുന്നത്. സെന്ററിന്റെ കോർഡിനേറ്റുകൾ അറിയില്ല, പക്ഷെ സെന്റർ എക്സ് ആക്സിസിന്മേലാണെന്നുള്ളൊരു സൂചന തന്നിട്ടുണ്ട്. സെന്റർ ലൈസ് ഓൺ ദി എക്സ് ആക്സിസ്. പിന്നെ എന്താ? ആ സർക്കിൾ പാസസ് ത്രൂ ദ പോയിന്റ് 2,3. 2,3 എന്ന പോയിന്റ്, അത് 1ാം ക്വാഡ്രന്റിലെ ഒരു പോയിന്റ് ആണ്. 2,3 എന്ന പോയിന്റിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ആ സർക്കിളിന്റെ ഇക്വേഷൻ എടുക്കുക. റേഡിയസ് 5 യൂണിറ്റ്. അപ്പൊ റേഡിയസ് അറിയാം, r = 5 തന്നിട്ടുണ്ട്. സെന്റർ തന്നിട്ടില്ല, പക്ഷെ സെന്റർ എക്സ് ആക്സിൽ കിടക്കുന്നു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. സെന്റർ ബി എങ്ങനെ എടുക്കാം? എക്സ് ആക്സിൽ കിടക്കുന്നു സൂചന തന്നിട്ടില്ലേ. അപ്പൊ സെന്റർ എങ്ങനെ എടുക്കുക? h,0 എന്നിരിക്കട്ടെ. അറിയില്ല കേട്ടോ. സെന്റർ എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിൽ ആകുമ്പോൾ പിന്നെ y കോർഡിനേറ്റ് 0 ആണെന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. സെന്റർ എക്സ് ആക്സിസിലായതുകൊണ്ട് y കോർഡിനേറ്റ് 0. പിന്നെ എക്സ് കോർഡിനേറ്റ് അറിയില്ല, അത് h എന്നിരിക്കട്ടെ, അൺനോൺ ആണ്. നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ റേഡിയസ് അറിയാം, സെന്റർ അറിയില്ല. എക്സ് ആക്സിൽ ആയതുകൊണ്ട് h,0. ചിലപ്പോൾ ഇതിങ്ങനെ ചോദിക്കാം, സെന്റർ ലൈസ് കൊണ്ട് y ആക്സിസ് എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പൊ നമ്മൾ സെന്റർ എടുക്കും 0, h എടുക്കാം കേട്ടോ. അല്ലെ അങ്ങനെയൊക്കെ എടുക്കാം. മനസ്സിലാക്കുക. പിന്നെ വേറൊരു കണ്ടീഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ആ സർക്കിൾ പാസസ് ത്രൂ ദ പോയിന്റ് 2,3. ഞാൻ ഈ പടം റഫായിട്ട് വരച്ചിരിക്കുക. സെന്റർ എക്സ് ആക്സിൽ കിടക്കുന്നു, പിന്നെ റേഡിയസ് 5 യൂണിറ്റ് ആണ്, പിന്നെ 2,3 എന്ന പോയിന്റ് കൂടി കടന്നും പോകുന്നുണ്ട്. ഇത്രയും കാര്യം വെച്ചിട്ട് സർക്കിൾ ഇക്വേഷൻ ഇത് റഫ് ഡയഗ്രാമാണ്. അപ്പൊ എന്തെടുക്കാം? സെന്ററും റേഡിയസും എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഫോർമുല ഉപയോഗിച്ച് സർക്കിൾ ഇക്വേഷൻ തരും. ഇക്വേഷൻ റിക്വയർഡ് സർക്കിൾ ഈസ് x - h². h ന് പോലെ h തന്നെയാണല്ലോ ഇവിടെ നമ്മൾ എടുത്തിരുന്നത്. പ്ലസ് y - k. k എന്നുള്ള 0 ആണല്ലോ. k ക്ക് വരെ 0 ഇവിടെ. സെന്റർ എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് h, k. ഇവിടെ നമ്മൾ h, k 0 എന്ന് എടുത്തിരിക്കുന്നത്. എക്സ് ആക്സിൽ ആയിട്ട് y കോർഡിനേറ്റ് 0 ആണ്, k 0 ആണ്. ഈക്വൽ റേഡിയസ് സ്ക്വയർ 5² അല്ലേ. റേഡിയസ് 5 തന്നിട്ടുണ്ടല്ലോ. ഇതെല്ലാം ഇക്വേഷൻ റിക്വയർഡ് സർക്കിൾ. പക്ഷെ ഇത് കംപ്ലീറ്റ് ആണോ? അല്ല. എന്തുകൊണ്ട്? ഇവിടെ h അറിയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? വീണ്ടും അല്ലെങ്കിൽ നമുക്ക് ലഘൂകരിച്ചാൽ x - h² പ്ലസ് y² അല്ലെ, y² ഈസ് ഈക്വൽ 25 എന്ന് കിട്ടും. അങ്ങനെ ഇതാണ് ഇക്വേഷൻ റിക്വയർഡ് സർക്കിൾ. ഇനി എന്ത് ചെയ്യണം? ഇറ്റ് പാസസ് ത്രൂ ദ പോയിന്റ് 2,3. തന്നിരിക്കുന്ന എല്ലാ കണ്ടീഷൻസും അപ്ലൈ ചെയ്യണം, നിർബന്ധമാണ്. എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ ഇനി ഒരു കണ്ടീഷൻ മിച്ചം നടപ്പുണ്ട്. 2,3 എന്ന പോയിന്റിലൂടെ കടന്നു. ഈ സർക്കിൾ ഇതാണ് നമ്മുടെ സർക്കിൾ. ഇത് 2,3 എന്ന പോയിന്റിലൂടെ എത്ര പ്രോബ്ലംസ് ആയിപ്പോൾ? ഈ സർക്കിൾ 2,3 എന്ന പോയിന്റിലൂടെ കടന്നു പോകുന്നു. എന്നാൽ അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് 2 കൊടുക്കാം, വൈയുടെ സ്ഥാനത്ത് 3 കൊടുക്കാവുന്നു. അപ്പൊ എന്ത് കിട്ടും? ഇവിടെ നമുക്ക് എഴുതാം, ഇറ്റ് ഈ സർക്കിൾ പാസസ് ത്രൂ ദ പോയിന്റ് 2,3 അല്ലെ. അതുകൊണ്ട് എന്തുകൊണ്ട് എക്സിന്റെ സ്ഥാനത്ത്
എന്ത് കൊടുക്കാം? 2 കൊടുക്കാം. 2 - ഹോൾ സ്ക്വയർ പ്ലസ് വൈയുടെ സ്ഥാനത്ത് 3 കൊടുക്കാം. ഈസ് ഈക്വൽ 25. ഇതിന് സോൾവ് ചെയ്താൽ എച്ച് കിട്ടുമല്ലോ. ആ എച്ചിന്റെ വാല്യൂ ഇതിൽ കൊടുത്താൽ ഫൈനൽ ആൻസറും കിട്ടും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് 2 - ഹോൾ സ്ക്വയർ അങ്ങനെ തന്നെ എക്സ്പാൻഡ് ചെയ്യണമെന്നില്ല കേട്ടോ. ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ 25 മൈനസ് 9. 3ന്റെ സ്ക്വയർ 9 ആണല്ലോ. അങ്ങോട്ട് മൈനസ് 9 = 16 കിട്ടും അല്ലേ? അപ്പൊ 2 - നമുക്ക് എച്ച് കണ്ടുപിടിക്കാം. 2 - സ്ക്വയർ ആണ് 16. ഇപ്പൊ 2 - എത്ര കിട്ടും? √16. 2 - ഹോൾ സ്ക്വയർ 16 ആണ്. ഇപ്പൊ 2 - √16 ഈക്വൽ ടു +4 ഓർ -4. 2 വാല്യൂ കിട്ടും. 2 ആൻസർ കിട്ടും. നിങ്ങളിപ്പോ +4 എടുത്താൽ ഒരു ആൻസർ കിട്ടാം. എന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ സ്ക്വയർ റൂട്ട് 16 2 വിലകൾ കിട്ടും. 2 - h എന്നുള്ള +4 - 4 ആണ്. കാരണം √16 2 റൂട്ട് ഉണ്ട്. പ്ലസ് റൂട്ട് ഉണ്ട്, മൈനസ് റൂട്ട് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് കിട്ടും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. 2 - h എന്നുള്ളത് 4 ഓർ 2 - h എന്നുള്ളത് -4. 2 ഇക്വേഷൻസ് കിട്ടും. 2 - h +4 ആകാം, അല്ലെങ്കിൽ 2 - h -4 ആകാം. അപ്പൊ ആദ്യം സോൾവ് ചെയ്താൽ എന്താകും? ദാറ്റ് ഈസ് -h ഈക്വൽ ടു 4 - 2 ഈസ് ഈക്വൽ ടു -h ആണ് കേട്ടോ. 2 - h 4 ആണ്. അപ്പൊ -h ഈക്വൽ ടു 4 - 2 ഈക്വൽ ടു, അതുകൊണ്ട് h ഈക്വൽ ടു -2 ഒരു വാല്യൂ. ഇനിയോ 2 - h ഈക്വൽ -4 രണ്ടാമതാണെങ്കിലോ -h ഈക്വൽ ടു -4 - 2 -6. അതുകൊണ്ട് h ഈക്വൽ ടു +6. കണ്ടോ? 2 വാല്യൂസ് ഉണ്ട്. എച്ചിന്റെ സ്ഥാനത്ത് -2 വരാം, അല്ലെങ്കിൽ എച്ചിന് 6 വരാം. അപ്പൊ 2 സർക്കിൾ ഒന്ന് എന്താ 6 വരെ, അല്ലെങ്കിൽ -2. അപ്പൊ 2 സർക്കിൾസ് ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ 2 ആൻസർ കിട്ടും. ഇനി നമുക്ക് എന്ത് എഴുതണം? ഫൈനൽ ആൻസർ ഇടാനുണ്ട്. വെൻ h ഈക്വൽ ടു -2, എച്ചിന് 2 വിലകൾ കിട്ടിയില്ലേ? h ഈക്വൽ ടു -2, ഇക്വേഷൻ ഓഫ് സർക്കിൾ ഈസ് x - -2 ഹോൾ സ്ക്വയർ പ്ലസ് y സ്ക്വയർ 25. അതൊരു ആൻസർ. വെൻ h ഈക്വൽ ടു 6, ഇക്വേഷൻ ഓഫ് സർക്കിൾ ഈസ് x - 6 ഹോൾ സ്ക്വയർ പ്ലസ് y സ്ക്വയർ 25. അങ്ങനെ 2 ആൻസർ കിട്ടും. മനസ്സിലായ എല്ലാവർക്കും? ഇങ്ങനെയാണ് ചെയ്തത്. 2 ആൻസർ ഉണ്ട്. നിങ്ങൾ അറിയാതെ ഇപ്പം +4 എടുത്തോളും ഒരു ആൻസർ കിട്ടുള്ളൂ. എന്നാലും കുഴപ്പമില്ല, മാർക്കൊന്നും കട്ടിയില്ല. എൻട്രൻസുകാർക്ക് ഈ 2 ആൻസറും എഴുതിയേ പറ്റൂ. ചോദ്യം 14 ശ്രദ്ധിക്കുക. 13 ഞാൻ ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട് നോട്ട്ബുക്കിൽ എഴുതി വെച്ചോളാം. താല്പര്യമുള്ളവർ മാത്രം നോക്കിയാൽ മതിയാവും. വലിയ ഇമ്പോർട്ടന്റ് അല്ല. ചോദ്യം 14. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് സെന്റർ 2,2. സെന്റർ തന്നിട്ടുണ്ട്. സെന്റർ അറിയാം, HK അറിയാവേ, 2, 2. ആൻഡ് പാസസ് ത്രൂ ദ പോയിന്റ് 4, 5. 4, 5 എന്ന പോയിന്റ് കൂടി കടന്നു പോകുന്നുണ്ട്. റഫ് ഡയഗ്രാം ആണ്. അപ്പൊ സർക്കിളിന്മേലുള്ള ഒരു പോയിന്റ് തന്നിട്ടുള്ളൂ. ഒരു പോയിന്റ് പറയും. പിന്നെ ഇതിന്റെ സെന്റർ അറിയാണോ? ഇപ്പൊ റേഡിയസ് അറിയില്ല. നമുക്ക് വേണ്ട മിനിമം റിക്വയർമെന്റ്സ് എന്താ? സർക്കിളിന്റെ ഇക്വേഷൻ കാണാനുള്ള മിനിമം റിക്വയർമെന്റ്സ് എന്താ? സെന്റർ അറിയില്ല. സെന്റർ അറിയാം, HK അറിയാം. റേഡിയസും വേണ്ട. ഇവിടെ റേഡിയസ് അറിയില്ല. പക്ഷെ പടം നോക്കിയാൽ വളരെ ക്ലിയർ ആണ്. റേഡിയസ് കാണാൻ ഒരു മാർഗമില്ലേ? എന്താണ് ഇത് തമ്മിലുള്ള അകലമല്ലേ? ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് നമുക്ക് കേട്ടോ, ഈ സെന്ററും ഈ സർക്കിളിന്റെ ബൗണ്ടറി കിടക്കുന്ന പോയിന്റ് തമ്മിലുള്ള അകലം തന്നെയല്ലേ റേഡിയസ് പറയുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ആദ്യം റേഡിയസ് കണ്ടുപിടിക്കാൻ പാടില്ലേ? എളുപ്പമല്ലേ? അപ്പൊ സെന്റർ നമുക്ക് എടുത്തെഴുതാം. സെന്റർ ഈസ് ഈക്വൽ ടു എന്താണ്? 2, 2. സെന്റർ എന്ന് പറഞ്ഞാൽ h, കിട്ടിക്കഴിഞ്ഞു കേട്ടോ. അതിന് റേഡിയസ് ഉണ്ട്. റേഡിയസ് ഈക്വൽ ടു എന്തായിരിക്കും? റൂട്ട് ഓഫ് ഇത് നമ്മുടെ അകലം. റൂട്ട് ഓഫ് x2 - x1 ഹോൾ സ്ക്വയർ അല്ലെ? x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 - 2. 2ന്റെ സ്ക്വയർ 4, 5 - 2 3ന്റെ സ്ക്വയർ 9. അപ്പൊ √13 എന്ന് കിട്ടും. ഇതാണ് റേഡിയസ്. √13 യൂണിറ്റ് ആണ്. therefore ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റില്ല. സെന്റർ തന്നിട്ടുണ്ട്, റേഡിയസ് കിട്ടി. അതുകൊണ്ട് ഫൈനൽ ഇക്വേഷൻ ഓഫ് ദി റിക്വയർഡ് സർക്കിൾ ഈസ് ഫോർമുല അറിയാമല്ലോ. x - h ഹോൾ സ്ക്വയർ, x - h ഹോൾ സ്ക്വയർ പ്ലസ് y - k ഹോൾ സ്ക്വയർ ഈക്വൽ √13 സ്ക്വയർ. ഇതിന് താല്പര്യമുള്ളവർ സിംപ്ലിഫൈ. √13 എന്നുള്ളതിന്റെ സ്ക്വയർ 13 കിട്ടും. പിന്നെ വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ എഴുതിയാൽ ഫുൾ മാർക്കായി. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ. ഇത് വളരെ സിമ്പിൾ ആണ്, ഇമ്പോർട്ടന്റും ആണ്. എല്ലാവരും പഠിക്കേണ്ട ഒരു ചോദ്യമാണ്. അടുത്തൊരു ചോദ്യം ഒന്നുമില്ലാത്ത വലിയ ഇമ്പോർട്ടന്റ് എന്നല്ല, പക്ഷെ നിസ്സാരമാണ്. ഡസ് ദ പോയിന്റ് -2.5, 3.5 ലൈ ഇൻസൈഡ്, ഔട്ട്സൈഡ് ഓർ ഓൺ ദ സർക്കിൾ x² + y² = 25. ഈ x² + y² = 25 നിങ്ങൾക്ക് ഞാൻ തുടക്കത്തിൽ പഠിപ്പിച്ചായിരുന്നല്ലോ. സെന്റർ ഒറിജിൻ ആയിട്ടുള്ളതും റേഡിയസ് എത്രയാണ്? 5. r² 25 അല്ലെ? അപ്പൊ 6 5 ആണല്ലോ. അപ്പൊ സെന്റർ ഒറിജിൻ ആയിട്ടുള്ളതും റേഡിയസ് 5 യൂണിറ്റുള്ള ഒരു സർക്കിളാണ്. അതാണ് ഇരിക്കട്ടെ. ആ സർക്കിളിന്റെ അകത്താണോ പുറത്താണോ അതിന്മേലാണോ? 3 ഓപ്ഷൻ ഉണ്ട്. ഒരു സർക്കിൾ എന്നാണല്ലോ, സർക്കിളിന്റെ ഒരു പോയിന്റ് ഇതിനുള്ളിലാകാം, അതിന്മേലാകാം, അതിന് വെളിയിലാകാം. 3 ഓപ്ഷൻസ് ആണ്. അതാണ് നമുക്ക് പരിശോധിക്കുന്നത്. ഡസ് ആയിരുന്നു ആണോ പരിശോധിക്കുക, ആണോ അല്ലയോ എന്ന് പരിശോധിച്ചാൽ മതി. വളരെ എളുപ്പം. ഒന്നുമില്ല. എന്ത് ചെയ്താമെന്ന് അറിയോ? ഈ തന്നിരിക്കുന്ന സർക്കിൾ ഉണ്ടല്ലോ, സർക്കിളിന്റെ ഇക്വേഷൻ അകത്ത് എന്ത് ചെയ്യണം? ഈ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. എക്സിന്റെ സ്ഥാനത്ത് -2.5 കൊടുക്കുക, വൈയുടെ സ്ഥാനത്ത് 3.5 കൊടുക്കുക. അപ്പം കിട്ടുന്നത് റേഡിയസ് 5 അല്ലേ?
ആൻസർ എഴുതാം. റേഡിയസ് ഓഫ് സർക്കിൾ ഈസ് ആർ സ്ക്വയർ ഈക്വൽ ടു 25. അതുകൊണ്ട് ആർ ഈസ് ഈക്വൽ ടു റൂട്ട് 25 സമം 5 എന്ന് കിട്ടുമല്ലോ. റേഡിയസ് 5 യൂണിറ്റ് ആണല്ലോ. സെന്റർ ഓഫ് ദി ഗിവൺ സർക്കിൾ 0 ആണ് അല്ലേ? കാരണം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 25 സെന്റർ 0 ആണെന്ന് തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. അപ്പൊ 0 ആണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ പോയിന്റ് ഈ സർക്കിളിന് ഉള്ളിലാണോ അതിന് മേലാണോ അതിന് വെളിയിലാണോ എന്ന് പരിശോധിക്കണം. അപ്പൊ ഈ സർക്കിൾ സെന്ററിൽ ഈ സെന്ററും ഈ പോയിന്റും തമ്മിലുള്ള അകലം കണ്ടുപിടിക്കുക. ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് ഇത് സെന്റർ ആണല്ലോ, സർക്കിളിലെ സെന്റർ. ഇതിന്റെ റേഡിയസ് 5 നമുക്ക് കിട്ടിയിട്ടുണ്ടോ? അപ്പൊ ഈ പോയിന്റ് നമ്മുടെ പോയിന്റ് -2.5, 3.5 ആണല്ലോ തന്നിരിക്കുന്ന പോയിന്റ്. അപ്പൊ ഈ സെന്ററും ഇതും തമ്മിലുള്ള അകലം കണ്ടുപിടിക്കുക ഡിസ്റ്റൻസ് ഫോർമുല വെച്ച്. അപ്പൊ കിട്ടുന്ന അകലം 5 കുറവാണെങ്കിലോ ഇതിന് അകത്തല്ലേ വരുള്ളൂ, കാരണം റേഡിയസ് 5 ആണല്ലോ. അപ്പൊ ഇവ തമ്മിലുള്ള ദൂരം 5 കുറവാണെങ്കിൽ ഇതിനുള്ളിലായിരിക്കും. കറക്റ്റ് 5 കിട്ടുവാണെങ്കിലോ ഈ ബൗണ്ടറിയിൽ എവിടെയെങ്കിലും ആയിരിക്കില്ലേ? ആയിരിക്കും, ആദ്യമേലായിരിക്കും. 5 കൂടുതലാണെങ്കിലോ ഇതിന് വെളിയിലായിരിക്കും. അതാണ് നോട്ട്ബുക്കിൽ എഴുതാം. വലിയ ഇമ്പോർട്ടന്റ് അല്ല, ഞാൻ നോട്ട്ബുക്കിൽ എഴുതി വെച്ചോളാം. കാര്യം പിടി കിട്ടിയോ? ആശയം പിടി കിട്ടിയോ? സെന്റർ 0 ആണ്. അപ്പൊ ഒറിജിനും തന്നിരിക്കുന്ന പോയിന്റ് തമ്മിൽ അകലം കണ്ടുപിടിക്കുക ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചത്. ആ അകലം റേഡിയസിൽ കുറവാണെങ്കിൽ അകത്തായിരിക്കും, കറക്റ്റ് റേഡിയസ് തുല്യമാണെങ്കിൽ അതിന് മേലായിരിക്കും, റേഡിയസിൽ കൂടുതലാണെങ്കിൽ അതിന് വെളിയിലായിരിക്കും. ഇതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് മനസ്സിലാവും. അപ്പൊ ഇതോടുകൂടി ഈ വീഡിയോ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ ആദ്യത്തെ കോണിക് സെക്ഷൻ ആയ സർക്കിൾസിന്റെ പറ്റിയുള്ള എല്ലാ പ്രോബ്ലംസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻ കാണാനും അതുപോലെ ഇക്വേഷൻ തന്നിട്ട് സെന്റർ റേഡിയസ് കാണാനും എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം വെരി ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങൾ എല്ലാവരും പഠിക്കുക, അല്ലാത്ത ചോദ്യങ്ങൾ പറ്റുന്നവർ മാത്രം പഠിക്കുക. താങ്ക് യു.